ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിന് ആകട്ടെ. എന്നെ ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യഹോവേ, ലോകത്ത് വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് ഹല്ലേലൂയ ആരാധിച്ച് സന്തോഷിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമ്മൾ സന്തോഷിക്കുകയാണ്. നമ്മൾ സന്തോഷിക്കുകയാണ്. സന്തോഷിക്കുകയാണ്. അന്ധകാരത്തിൽ കടന്നവരാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ രക്ഷിച്ചു. അവന്റെ സ്നേഹം നമ്മളെ തേടി. പുണ്യാത്മാരുടെ പുറകെ നടന്നവരുണ്ട്, കന്യാസ്ത്രീകളുടെ പുറകെ നടന്നവരുണ്ട്, വിശുദ്ധന്മാർക്ക് വരെ കല്ലറകളിൽ പോയി അയ്യോ എത്രയോ തിരികത്തിച്ചു. 1 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 1000കണക്കിന് പ്രാവശ്യം വിശുദ്ധന്മാരെന്ന് പറഞ്ഞ അവിടെ കല്ലറയിൽ പോയി തിരികത്തിക്കും, കുമ്പിട്ട് കിടക്കും. അയ്യോ എന്തെല്ലാം കാണിച്ചു കൂട്ടിയതാണ് പ്രിയപ്പെട്ടവര്. മന്ത്രവാദികളെടുത്തു പോകും, കൈനോട്ടക്കാരെടുത്തു പോകും, കിരികുത്തുകാരെടുത്തു പോകാത്ത സ്ഥലമുണ്ടോ? എന്നാൽ പിന്നെയും ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി 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 വന്നു. ഈ മഹാസ്നേഹത്തിന് പ്രിയപ്പെട്ടവർ എന്ത് വില കൊടുത്താൽ പറ്റും? ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒന്ന് കയറി നിങ്ങളുടെ മീറ്റിങ്ങില്. ഇന്ന് ഞാനാണല്ലോ സംസാരിക്കുന്നത്. ഇന്നലെ ഈ 8 മണി മുതൽ 9 മണി വരെ ആരാണ് അനുഭവ സാക്ഷ്യം പറയുന്നത്? എനിക്കിവിടുന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നു കേൾക്കാം. ഞാൻ നിങ്ങളുടെ ഈ ഫോൺ ലൈനില് കയറി. ഞാൻ ഇന്നലെ കയറിയപ്പോഴത്തേക്ക് ശബ്ദം കേട്ടപ്പോൾ നല്ല പരിചയമുള്ള ശബ്ദം. ഞാൻ ഓർത്ത് ഇതാരുടെ ശബ്ദമാണ്? ഇന്നലെ 8 മുതൽ 9 വരെ അനുഭവ സാക്ഷ്യമൊക്കെ പറഞ്ഞ ദേവദാസൻ, ആ ശബ്ദം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് വളരെ പരിചയമുള്ള ശബ്ദം. ദൈവമേ, ഇത് ഞങ്ങളുടെ അനിയൻകുച്ചായനായിരുന്നു, ചിക്കാഗോയിൽ ഉണ്ടായിരുന്ന അനിയൻകുച്ചായന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങളുടെ വീട്ടിലെ ഈ അനിയൻകുച്ചായന്റെ അനിയൻകുച്ചായന്റെ അല്ലായിരുന്നോ വാസനെ? ഇന്നലെ ആയിരുന്നു ഞാൻ തന്നെ. ഈ സ്വരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായോ, ഞങ്ങളുടെ വീട്ടില് ചിക്കാഗോയിൽ ഉണ്ടായിരുന്നപ്പോൾ സകല വീട്ടുകളിലും ഒരൊറ്റ വീട്ടിൽ പോലും മുടക്കാതെ ഞങ്ങളുടെ മരണത്തില് ബുധനാഴ്ച പ്രാർത്ഥനയ്ക്കും ഉപവാസ പ്രാർത്ഥനയ്ക്കും എല്ലാ പ്രാർത്ഥനയ്ക്കും അയ്യോ രാവും പകലും ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വലിയ കൂട്ടായ്മയ്ക്ക് കാഹന്റെ കൈത്താകുന്ന നിവാസനാണ്. ആ ശബ്ദം കേട്ട് ഹല്ലേലൂയ. ആ താൻ പോയി ഹല്ലേലൂയ തന്റെ ട്രാക്ട് വിതരണ കാര്യങ്ങളും ആ പോസ്റ്റർ പിടിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ ഇവിടെ ചിക്കാഗോയില് ചെയ്തുകൊണ്ടിരുന്ന ഈ സകല കാര്യങ്ങളും ചാടസിൽ വന്ന് ഈ ദൈവദാസൻ ചെയ്യുന്നത് ഇന്നലെ കേട്ടപ്പം പ്രിയപ്പെട്ടവരെ വലിയ സന്തോഷം തോന്നി. ഹല്ലേലൂയ. എന്താണ് നമ്മളത് പാഴാക്കാതെ എങ്ങനെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ നമുക്ക് ഈ ആയുസ്സിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഹല്ലേലൂയ. നാം സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതനുസരിച്ച് നാം ചെയ്തു കൊള്ളണം പ്രിയപ്പെട്ടവരെ. ഇന്നലെ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. താൻ പോസ്റ്റർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ ആ സ്ട്രീറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ജനം കൂട്ടമായി ഇവരൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് ഒച്ചയിലങ്ങോട്ട് ഹല്ലേലൂയ പറയുന്നതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ കോരി പോയി. ഹല്ലേലൂയ. എത്രയോ ഇതൊക്കെ വലിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ. ഒന്നും ഈ ഹല്ലേലൂയ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ പറയുകയാണ്. നമ്മൾ ഒന്നും പറഞ്ഞിട്ട് വെറുതെ പോസ്റ്റ് പിടിച്ചോണ്ടിരിക്കുക. ഇവരെല്ലാം അന്ധവിശ്വാസികളൊക്കെ ഇങ്ങനെ ജാഥ പോലെ നമ്മുടെ മുന്നിലോട്ട് വരുമ്പം പെട്ടെന്ന് ഹല്ലേലൂയ ഒരു ശബ്ദം ഹല്ലേലൂയ എന്ന് പറയുന്ന ദൈവമേ, ലോകത്തെ എവിടെ ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഭാഷയ്ക്ക് വ്യത്യാസമൊന്നും ഇല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ടവര്, ഈ ഹല്ലേലൂയയുടെ പവർ, ഇതിനകത്തൊരു ഭയങ്കര പവറുണ്ട്. ഇതിനകത്തൊരു വലിയ അനോയിന്റിംഗ് ഉണ്ട്. ഇതിനകത്തൊരു വലിയ എന്താണെന്നറിയാമോ? ഈ ജനക്കൂട്ടം വരുമ്പോ ഹല്ലേലൂയ എന്ന് പറയുമ്പോ തന്നെ ഈ അഭിഷിക്തന്മാരുടെ ഉള്ള അഭിഷേകത്തിന്റെ ശക്തിയും ഈ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വത്തിന്റെ ഹല്ലേലൂയയുടെ ശക്തി കൂടെ ചെന്നിട്ട് ഈ ചില കാതുകളിലോട് തുളച്ചു കയറിയിട്ടുണ്ടല്ലോ, അവന്റെ ഭൂതം അവരിൽ വ്യാപരിക്കുന്ന അന്ധകാരം ഓടിപ്പോവും. നമ്മള് ഇത് ബാഹ്യമായ ലോകത്ത് നടക്കുന്ന സംഭവം കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ല. പക്ഷെ
കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഇല്ലെന്നല്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭ്രാന്തി, അവിടെ കൂട്ടത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നിടത്തൊരു ഛിന്ന ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചെറിപ്പോന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്താണെന്ന് പെട്ടെന്ന് അവരെ ഈ ശബ്ദം ചെവിയിൽ എല്ലാവരും ചെവി കയറി കഴിഞ്ഞാൽ ഈ ഭൂതമുള്ളവൻ അല്ലെങ്കിൽ അവനെ പിന്നെ നോർമൽ മനുഷ്യന്റെ രീതി ഒരു മാറ്റം ഉണ്ടാവും അവന്റെ അവസ്ഥയ്ക്ക് പറ്റുന്നത്. കാരണം ആ ഭൂതം അവനെ ഭക്തെന്ന് ധരിച്ച് വിട്ടുപോകും. അല്ലെങ്കിൽ എന്നിട്ട് ഇവൻ പിന്നെ ഈ ഇതിന്റെ കൂടെ നിൽക്കുമല്ലേ, ഇവര് പിന്നെ എവിടെയെല്ലാം പൂജിക്ക ആരാധനയ്ക്ക് ഇവരുടെ ഏതെല്ലാം കാര്യത്തിന് ചെന്നാലും അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഇവൻ സംശയിക്കും, ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ എവിടെയാ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇവരെ കൺഫ്യൂസ് ആക്കി കളയും. ഹല്ലേലൂയ. അതാണ് ഈ ഹല്ലേലൂയയുടെ പവർ എന്ന് പറഞ്ഞത്, അതിൻ്റെ ഉള്ള അനോയിന്റിങ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളിൽ ഒരു അനോയിന്റിങ് കൊണ്ട് ദൈവം പകർന്നിരിക്കുന്നത്, ഈ നമ്മളിൽ തന്നിരിക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, നമ്മളിൽ തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയോട് കൂടി ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. നമ്മളിപ്പോ നാട്ടിലൊക്കെ നമ്മളൊക്കെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു ലേഡീസ് പോലീസ്, ഒരു പെങ്കൊച്ച, അവിടെ വെറും ഒരു പെനസിൽ പോലെ അതിന് വണ്ണം ഒരു തീരെ മെലിഞ്ഞിട്ട് ഹല്ലേലൂയ ഒരു കാറിട്ടിട്ട് കണ്ടാലും ഇല്ല, വണ്ണവും ഇല്ല, പൊക്കവും ഇല്ല. പക്ഷെ വരുന്ന വണ്ടിക്ക് അവിടെ കൈ കാണിച്ചാൽ വണ്ടി നിർത്തിയിരിക്കും. ഒരു പക്ഷേ വരുന്ന വണ്ടിയെ കാറാൻ ഇരിക്കുന്നതിന് അവിടുത്തെ വലിയ മുതലാളിയായിരിക്കും. പക്ഷെ ഈ ഹല്ലേലൂയ ഈ കറുത്ത പെണ്ണ്, പെനസിൽ പോലിരിക്കുന്ന പെണ്ണ് പോലീസ് യൂണിഫോമിലിട്ട് കൈ കാണിക്കുമ്പോൾ മുതലാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി നിർത്തും. എന്നാന്നറിയാവോ, ഇവളുടെ വലിപ്പത്തിലല്ല കാര്യം, ഹല്ലേലൂയ ഇവളുടെ നിറത്തിലല്ല കാര്യം, ഇവർക്ക് ഗവൺമെന്റ് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഗവൺമെന്റ് അവർക്കൊരു പവർ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അഭിഷിക്തരായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പവർ ഉണ്ട് നമ്മുടെ മേൽ. ഒരു അനോയിന്റിങ് എന്ന് പറയുന്ന ദൈവം തന്നിരിക്കുന്ന പവറാണ്. അല്ലെങ്കിൽ ആ പവറിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ പിന്നെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഇതിവിടെ വായിക്കുമ്പോഴത്തേക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മളൊരു വാക്യം ഇന്ന് വായിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഈ പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആരുടെയാ? ലുദിയയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലെ 14-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. അതെ പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അപ്പൊ കർത്താവാണ് ഹൃദയം തുറക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളെ ട്രാക്ട് കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ, നാം ദൈവനാമത്തിൽ എന്ത് ചെയ്താലും ഹൃദയം തുറക്കുന്നത് കർത്താവാ. ഹല്ലേലൂയ. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ജോലിയിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നു പറഞ്ഞു. ഇവിടുത്തെ ഒരു സായിപ്പ സ്നാനപ്പെട്ടോ? ഞാൻ പറഞ്ഞു, നീ എങ്ങനെ സ്നാനപ്പെട്ടു? അതെ, നീ ഇടയ്ക്കൊക്കെ ട്രാക്ട് തരത്തില്ലായിരുന്നോ? അതൊക്കെ ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് വായിക്കുമായിരുന്നത്. നീ എന്റെ ട്രാക്ട് വായിച്ച് സ്നാനപ്പെട്ടു? ഞാൻ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ഹല്ലേലൂയ. അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറയാൻ അമേരിക്ക സായിപ്പ, ഞങ്ങളുടെ ലോക്കർ റൂമിൽ ഞാൻ ചെല്ലും, ഇങ്ങനെ ഞങ്ങളുടെ യൂണിഫോം മാറ്റാനൊക്കെ ഞാൻ ജോലിക്ക് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു ട്രാക്ട് കൊടുത്താൽ, ഹല്ലേലൂയ ഈ പുള്ളി എന്റെ ട്രാക്ട് വീട്ടിൽ കൊണ്ടുപോയിരുന്നു, വായിക്കുമായിരുന്നു. അദ്ദേഹം സ്നാനപ്പെടുന്നത് മാത്രമല്ല, ഈ ചിക്കാഗോ ചർച്ച് വലിയൊരു അമേരിക്കൻ ചർച്ചിലെ കാർ പാർക്കിംഗ് ലോട്ടിലെ ചർച്ചിന്റെ പാർക്കിംഗ് ലോട്ടിൽ വാളണ്ടിയറായിട്ട് നിൽക്കുക പുള്ളി. ഹല്ലേലൂയ. ആരാധനയ്ക്ക് മുമ്പ് കാറൊക്കെ പാർക്ക് ചെയ്യിക്കാനൊക്കെ വാളണ്ടിയറായിട്ട് ദൈവവേല ചെയ്യുക. ചർച്ചിലത് നോക്കുക, വെറും ട്രാക്ട് കൊടുത്ത് ആ ട്രാക്ട് വായിച്ച് അദ്ദേഹം സ്നാനപ്പെടുവാൻ രക്ഷാവിന്റെ ഹൃദയം മാറാ കർത്താവ് തുറന്നു. ഹല്ലേലൂയ. വേറൊരു സംഭവം പറയാം. ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ ജോലി ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഞാനും വേറെ ഒരാളുമായിട്ട് ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അവിടെ ആ പുള്ളിയായിട്ട് ഇങ്ങനെ ബൈബിളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അതിനെ പറ്റിയൊക്കെ. അപ്പൊ ഞങ്ങളുടെ കൂടെ അവിടെ ഒരു ബ്ലാക്ക് അമേരിക്കൻ, അവനൊരു തോന്നിട്ട് ഞാൻ പറഞ്ഞു, അവന് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. നീ സ്നാനപ്പെട്ടോ? ആരാ നിന്നോട് സുശേഷം പറഞ്ഞു? എങ്ങനെയാ നിനക്ക് എന്റെ കാര്യം ചോദിച്ചു പറഞ്ഞു. അതെ, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവര്, നീ എന്താ പറഞ്ഞത്? അതെ, നിങ്ങൾ രണ്ടും സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. നോക്ക്, ഞങ്ങള് ചിലരൊക്കെ ജോലി ചെയ്യുമ്പോൾ 2
ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങള്, ദൈവമക്കൾ സംസാരിക്കുന്ന ചില അനുഭവ സാക്ഷ്യങ്ങള്, ഇതൊക്കെ കേട്ട് 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 ഞാൻ പോലും പറയാതെ ഒരാൾ പോയി സ്നാനപ്പെട്ടു. എന്താണ് നമ്മൾ സംസാരിക്കുമ്പോൾ ലുദിയയുടെ ഹൃദയം തുറന്നത് ആരാ? ലുദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മൾ അനുഭവങ്ങൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിക്കുമ്പോൾ, ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ ഹൃദയം പോലും ദൈവം തുറക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. ഈ ഹല്ലേലൂയ നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യുക, ദൈവമാണ് ഹൃദയം തുറക്കുന്നത്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ ആ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതെ, നമ്മൾ ഈ ഹല്ലേലൂയ അനിപ്പിച്ച ഇന്നലെ പറഞ്ഞു കേട്ടു. ഹല്ലേലൂയോ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ചെവിക്കാത്ത ആരുടെയൊക്കെ ചെവിക്കാത്ത അവരെ അന്ധവിശ്വാസത്തിൽ നിൽക്കുന്നവരുടെ കാതുകളിലേക്ക് കയറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് അവരുടെ ബന്ധനം അല്ലെങ്കിൽ കാതുകളിൽ കയറുമ്പോൾ അത് വിട്ടുപോകും. എന്നിട്ട് ഇവർ ചെന്നിരിക്കുമ്പോൾ പിന്നെ ഇവർ കൺഫ്യൂസ് ആവും, ഇവർക്ക് സംശയം വരും. ഹല്ലേലൂയ. ഇവര് തെറ്റും ശരിയെ പറ്റി ആലോചിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പിന്നെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പതിയെ പതിയെ വഴികൾ തുറന്നു കൊടുക്കും, വാതിലുകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. ഒരു പോസ്റ്റ് പിടിച്ചോടി നിന്നിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഇത് വെറുതെ ആകുമെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അത് ചെറുതെന്നും വലുതെന്നും വ്യത്യാസവും പോയാൽ മതി. ആത്മാക്കൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്നലെ ദേവദാസൻ ചില കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പൊക്കെ പറഞ്ഞതൊക്കെ സൂചിപ്പിക്കണമെന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം യൂട്യൂബിലിടാനായിട്ട്. അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. എപ്പോഴും ഒരുപോലെ കാട്ട് ബന്ധമായി വീശണമെന്നില്ല. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ഞാൻ എന്റെ മോന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി. അതൊന്നുകൂടെ സൂചിപ്പിക്കാൻ, കാരണം യൂട്യൂബിലൊക്കെ ഇടേണ്ട കാര്യം പറഞ്ഞതുകൊണ്ട് ദേവദാസനോട് പറഞ്ഞതുകൊണ്ട്. അത് എന്റെ മോന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്റെ ഭാര്യ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഏത് നിമിഷവും മരിച്ചു പോകുന്നുള്ളവരില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടി വരും ഹോസ്പിറ്റലിൽ നിന്ന്. ഓടി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം എനിക്ക് ഫോൺ വരുവാണ്. ഹല്ലേലൂയ. സ്കൂളിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളിൽ ഒന്നുകൂടെ കേൾക്കുന്നത് നന്നായിരിക്കും. അതെ, ഞാൻ സ്കൂളിലോട്ട് അല്ലെങ്കിൽ ഞാൻ ഓടിപ്പറഞ്ഞ് എന്നാ പറ്റി, കൊച്ചിനെന്നാ പറ്റി, ഓടിച്ചിട്ട് 5-6 വയസ്സുള്ള കൊച്ചു. ഹല്ലേലൂയ. ഞാൻ ഓടി സ്കൂളിലോട്ട് ചെന്നപ്പോ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ ടീച്ചർമാരെല്ലാം മീറ്റിംഗ് കൂടി ഇരിക്കുകയാണ്. എന്റെ മോനവിടെ റൂമിൽ താഴെയിരിപ്പുണ്ട്. ഈ കോച്ചിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുക. എന്നാ ഇവരെല്ലാത്തിനും വട്ടപൂജയാ. ഹല്ലേലൂയ. എല്ലാത്തിനും വട്ടപൂജ, ഒന്നിനും മാർക്കില്ല. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ കൊച്ചിന് എല്ലാം വട്ടപൂജയാണോ? എന്നിട്ട് അതിന്റെ കണക്കിന് മാത്തിന് $0, എല്ലാത്തിനും 1, മാത്തിന് $0. ഹല്ലേലൂയ. ഭർത്താവ്, ഞാൻ എന്ത് ചെയ്യാൻ ദൈവമേ? എന്റെ ഭാര്യ ആകാറായി കിടക്കാം ഹോസ്പിറ്റലിൽ. എങ്ങനെ ഞാൻ അവളോട് ചെന്ന് പറയും? ഈ കുഞ്ഞുങ്ങളെ ഒന്നാമത് ഹല്ലേലൂയ ഇതുങ്ങൾ പഠിക്കുന്നുമില്ല. എന്റെ ദൈവമേ, എന്റെ കുടുംബം തകരാൻ പോവുകയാണോ? ഞാൻ എന്ത് ചെയ്യും ദൈവമേ? എന്നാ കാണിക്കും ദൈവമേ? ആകെ എന്റെ മനസ്സ് വിഭ്രാന്തിയിലായി, എനിക്ക് പ്രയാസത്തിലായി. ഞാൻ ആ കൊച്ചിനെ എന്ത് ചെയ്യും? ഇതിന് തല്ലാൻ പറ്റുമോ? ശാസിക്കാൻ പറ്റുമോ? ഞാൻ വളരെ എന്റെ നെഞ്ച് ഹൃദയം പൊട്ടി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. ഞാനൊന്നും പറഞ്ഞ ദൈവസന്നിധിയിൽ എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. എപ്പോഴേ ഒന്ന് അനുഭവിച്ച് നോക്കണം, അന്നേരം എനിക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവമേ, എന്റെ ഭാര്യ മരിക്കാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എന്റെ കുഞ്ഞിന് ഒരു വിഷയത്തിൽ പോലും ദൈവമേ മാർക്ക് എല്ലാം വട്ടപൂജ്യം മേടിച്ചു വെച്ചിരിക്കും. കണക്കിനാണെങ്കിൽ 2 എന്ന ടീച്ചറിനോട് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഉള്ളിന്റെ ഉള്ളിലെ വേദന കാണുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിലെ ഹല്ലേലൂയ അനുഭവിക്കുന്നതെല്ലാം ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. അതേ, കാലങ്ങൾ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ദൈവം തലമുറയെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ആരാണെന്നറിയാമോ? കണക്കിന് $0 മേടിച്ചവൻ ഇന്ന് അക്കൗണ്ടന്റ് ആണ്. ഹല്ലേലൂയ.
ഏത് വിഷയത്തെ അല്ലെങ്കിൽ ദുഷ്ടൻ ഏത് വിഷയത്തിൽ കൂടുതൽ തകർക്കാൻ നോക്കിയോ അതിൽ തന്നെ എന്റെ ദൈവം ഉന്നതി കൊടുത്തവന്. അല്ലെങ്കിൽ ആ കണക്കിൽ തന്നെ ആ കൂടുതൽ മാർക്ക് മേടിച്ച് അവസാനം കണക്കനായി തീർന്നു. അല്ലെങ്കിൽ വലിയ കമ്പനിയുടെ കണക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുക പ്രിയപ്പെട്ടവരെ. അതെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ അനുകൂലമാകണമെന്ന് നിർബന്ധമില്ല. ഈശാനം മൂലം വന്ന് മുക്കിക്കളയുമെന്നല്ല. അല്ലെങ്കിൽ പ്രതികൂലങ്ങളൊക്കെ വരാം, സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, എന്നാൽ നമ്മുടെ പ്രതികൂലങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ നെഞ്ചിടിപ്പിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ കാര്യങ്ങൾ പരിഹാരം വരുത്തും. ഒരു മർമ്മം പറയാം. ഏത് വിഷയത്തിന്മേലാണ് ദുഷ്ടൻ നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മളെയൊക്കെ തകർക്കാൻ ആഗ്രഹിക്കുന്നത്, അതേ വിഷയത്തിലായിരിക്കും ദൈവം നമ്മളെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പല സാക്ഷ്യങ്ങളും നിങ്ങൾ കേട്ടു നോക്കൂ, പല അനുഭവങ്ങൾ കേട്ടു നോക്കൂ. ഏത് വിഷയത്തെ ദുഷ്ടൻ നമ്മളെ തകർക്കാൻ നോക്കൂ, അതേ വിഷയത്തിനെ ദൈവം നമ്മളെ ഉയർത്തി മാനിച്ചുകൊണ്ട് നിർത്തും. അതാണ് പറഞ്ഞ ശത്രുവിന്റെ മുമ്പിൽ മേശവിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. കൊണ്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ നമ്മളെ കൈവിടത്തില്ല. അവൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഭവം കൂടെ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലയളവിൽ ഹല്ലേലൂയ എനിക്ക് കള്ളുകൂടിയും കഞ്ചാവുടിയൊക്കെ നിർത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഞങ്ങളുടെ പള്ളിയിലൊന്ന് പോയി, ഞങ്ങളുടെ ഹല്ലേലൂയ അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് പറയണമെന്ന് തോന്നി. ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് നേരെ വണ്ടി എടുത്ത് പള്ളിയിൽ ചെന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ ഞാൻ കള്ളുകൂടി കഞ്ചാവുടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. എടോ, നീ കള്ളുകൂടിയൊക്കെ നിർത്തിയോ? അത് ശരി, എന്നാ നീ ഇപ്പൊ കഞ്ചാവ് ഒക്കെ നിർത്തിയോടാ? നീ വീഡിയോ പോലും വലിക്കില്ല? ഇല്ല അച്ഛോ, ഞാൻ സിഗരറ്റും വലിക്കത്തില്ല, വീഡിയും വലിക്കത്തില്ല. ചില അച്ഛൻ നിർത്തി അച്ഛോ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കർത്താവ് എന്നെ തോട്ടു, ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായി. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ ചർച്ചിനോടൊന്ന് വരണം, ഇവിടെ ധ്യാനം നടക്കുക. അപ്പൊ ധ്യാന ഗുരുക്കളൊക്കെ വരും. അപ്പൊ കുറെ അച്ഛന്മാരുണ്ടാവും, 10,000 പേര് ഇവിടെ ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്ത് നാളെ ധ്യാനത്തിന്റെ സമയത്ത് നീ വരണം. എന്നിട്ട് നീ ഒരു ചെറിയ സാക്ഷ്യം പോലെ പറഞ്ഞു. നീ ഇവിടെ ഒരുപാട് കള്ളുകൂടിയന്മാരുണ്ട്, അവരൊക്കെ ഇത് കേൾക്കട്ടെ. നീ കള്ളുകൂടി നിർത്തുന്നു, കഞ്ചാവടി നിർത്തുന്നു പറ. അപ്പൊ എന്നോട് സാക്ഷ്യം പോലെ നീ പറയണം എന്നോട് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ 10 പേരുടെ മുമ്പിൽ ഞാൻ ഇന്ന് വരെ നിന്നിട്ടില്ല. ഈ ആയിരക്കണക്കിന് ജനത്തിന് മുമ്പിൽ എന്റെ മുട്ടിടിക്കും. ഹല്ലേലൂയ. എനിക്ക് പേടിയച്ചോ, ഞാൻ ഇന്ന് വരെ ആരുടെ മുമ്പിൽ നിന്നിട്ടില്ലച്ചോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ നിന്നോളാം. നീ ഒട്ടും പേടിക്കുകയോ നാണിക്കുകയോ ഒന്നും വേണ്ട. എന്നെ കേൾക്കാവോ ദേവദാസന്മാരെ? ഹല്ലേലൂയ. ഇങ്ങനെ അച്ഛനെ എന്നെ ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാ ശരി, ഞാൻ അച്ഛോ ഈ അച്ഛനത്തെ കൂടെ നിന്നോണം, എനിക്ക് പേടിയാ. എനിക്കിങ്ങനെ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ അച്ഛൻ നീ പേടിക്കണം. ഞാൻ നേരത്തെ ഒരു സംശയം അച്ഛനോട് ചോദിച്ചു. അച്ഛോ, വീവറസ് പുണ്യാളൻ ആരാ? പുള്ളി ചിന്തിച്ചിട്ട്, അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല അച്ഛൻ, ഒരു സംശയം, ഇങ്ങനെ വീവറസ് പുണ്യാളൻ ആരാന്ന് ഒരു സംശയം അച്ഛൻ എനിക്ക്. ഞാൻ ഈ വേദപുസ്തകം വായിക്കാൻ ഈയിടെയൊക്കെ തുടങ്ങി. അതിനകത്തൊന്നും ഈ പുള്ളിക്കാരനെ കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഈ വീവറസ് ഈ നമ്മുടെ ബൈബിളിൽ ഉണ്ടെന്നാ. പക്ഷെ ഞാൻ ഈ വേദപുസ്തകത്തിലൊന്നും എന്താ വെച്ചാൽ ഈയിടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഈ പുള്ളിക്കാരനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ, എനിക്കും അറിയത്തില്ല ശരിക്കും. അച്ഛനും അറിയത്തില്ലേ? ഞാൻ പറഞ്ഞ അച്ഛനും അറിയത്തില്ല, വിശ്വാസികൾക്കും അറിയത്തില്ല. എന്താ സംഭവം ഒന്ന്? അച്ഛനും എടാ, അതിപ്പോ അവരവർ ഇരുന്നോടാ. ആഹാ, അങ്ങനെയാ. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം കൂടി. അപ്പൊ ഞാനിങ്ങനെ സംശയിച്ച് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സംശയം എനിക്ക് ഒന്നുകൂടെ ഭയങ്കര എന്റെ ആ ഒരു ചിന്ത കൂടി. അപ്പൊ ഇങ്ങനെ മനസ്സിലാവും. അപ്പൊ അന്ന് പിറ്റേ ദിവസം നേരം വെളുത്തു, എനിക്ക് പോണം. ശരിക്കും ധ്യാനം നടക്കുമോ പള്ളിയിൽ? ഇതെല്ലാം ആക്ഷന്റെ റിയാക്ഷനാണ്. ഹല്ലേലൂയ. കുഴപ്പമില്ല. ഹല്ലേലൂയ. ആക്ഷന്റെ റിയാക്ഷനാണ്. സ്തോത്രം. അപ്പൊ രാവിലെ ഞാൻ
എനിക്ക് പിറ്റേ ദിവസം പള്ളിയിൽ പോകണം, സാക്ഷ്യം പറയാൻ അച്ഛൻ വിളിച്ചിരിക്കുക. എനിക്കാണ് പേടിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഇനി എന്റെ ദൈവമേ, ഞാൻ അവിടെ നിന്ന് വിറയ്ക്കുവോ മുട്ടിടിക്കുവോ? കാരണം എന്റെ ആയുസ് ഞാനിങ്ങനെ 10 കൊല്ലം മുമ്പ് പോലും ഇന്നേരെ നിന്നിട്ടില്ല. എന്റെ ആയുസിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ അനുഭവസാക്ഷ്യമാണ്. അല്ലെങ്കിൽ പള്ളിക്കകത്ത്, അടവ പള്ളിക്കകത്ത്. അങ്ങനെ അവിടെ ചെന്ന് ഞാനിങ്ങനെ പേടിച്ചു പിടിച്ചിരിക്കുക. എന്റെ സമയാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മദ്യപാനി കള്ളുകൂടി നിർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവമൊക്കെ ഒന്ന് കേട്ടിട്ട് ഇവിടെയുള്ളവരൊക്കെ ഒന്ന് കള്ളുകൂടി നിർത്തണം എന്ന് പറഞ്ഞ് എന്നെ മുന്നോട്ട് വിളിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൈക്കിന്റെ മുമ്പ് ഞാൻ പോയി. 10,000 പേര് എന്റെ മുമ്പ് നിൽക്കുക. അച്ഛൻ എന്റെ അടുത്ത് വന്ന് എന്റെ തോളിൽ ഇങ്ങനെ തൊട്ടോട് നിൽക്കുക, നീ പേടിക്കാതിരിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു. ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങിയതാ. പക്ഷേ എന്റെ സാക്ഷ്യം പ്രസംഗമായി മാറി. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്റെ മേൽ വന്നു. അനേക വൈദികർ എന്റെ പുറകിൽ നിൽക്കുന്നു. ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരാണ് ഈ ജീവസുബ്രഹ്മണ്യൻ എന്നൊരു ചോദ്യം ഞാൻ എടുത്തിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, വിശുദ്ധന്മാരുടെ കല്ലറകളിൽ കൊണ്ടുപോയി തിരികെത്തിക്കുന്നത് ശരിയാണോ? ഇവർ വിശുദ്ധനാന്നുള്ളതിന് തെളിവുണ്ടോ? ഹല്ലേലൂയ. ആ രഹസ്യ ജീവിതങ്ങളെ അറിയുന്നത് ദൈവം മാത്രമാണ്. എന്തെല്ലാം കേസുകള്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ന്യൂസിൽ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ഇവർ വിശുദ്ധന്മാരെന്ന് മുദ്ര കുത്താൻ തെളിവുണ്ടോ? രഹസ്യങ്ങളെ അറിയുന്നത് ദൈവമല്ലേ? എവിടുന്ന് ഇതൊക്കെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഉള്ള അന്ധവിശ്വാസത്തിനെതിരായി മുഴുവൻ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ നിന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ തുടങ്ങി. യേശു മാത്രമെന്നും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളെന്നും യേശു ഹല്ലേലൂയ അല്ലാതെ വേറെ ഒരു മധ്യസ്ഥന്റെ ആവശ്യം, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തൊരിളക്കം. പകുതി പേര് ഞാൻ പറഞ്ഞത് ശരിയാണ്, പകുതി പേര് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ശരിയല്ല. ആകട കടന്നിട്ട് തർക്കവും ബഹളവും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാനൊരൊറ്റ മുങ്ങി. പിന്നെ വീട്ടിൽ വന്നാ പൊങ്ങിയത്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യമുണ്ട്, അതിനകത്തൊരു ഭയങ്കര ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. ആൾക്കാർ കൺഫ്യൂസായി. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം തുടങ്ങി. ചിലര് പറഞ്ഞ് ശരിയാണ്, ചിലര് പറഞ്ഞ് തെറ്റാണ്. ആ മൊത്തത്തിൽ അവിടെ ഒരു ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ആൾക്കാർ മൊത്തം കൺഫ്യൂസ് ആകാൻ ഇടയായിട്ടു. ഹല്ലേലൂയ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? എവിടെ നമ്മളെ പോയാലും, എവിടെ നിന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു അനോയിന്റിങ് നമ്മുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമൂഹം ആരെന്നുള്ളതല്ല, ഹല്ലേലൂയ, പറയുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ്, അവനിൽ വ്യാപരിക്കുന്ന അനോയിന്റിങ്ങിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അവിടെ ദൈവമാണ് അവരുടെ ഹൃദയം തുറക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സംഭവത്തോടുകൂടി എനിക്ക് തോന്നുന്ന ഒരു 100 കണക്കിന് പേര് ഈ ജീവിതത്തിനാളൻ അവിടെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്നത് നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരുടെ ഹൃദയങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കായ രൂപാന്തരപ്പെട്ടു. ആരാണ് ഈ പുള്ളി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാണം കൂടാതെ, ഭയം കൂടാതെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവമാണ് അവരുടെ ഹൃദയം തുറക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പറയാൻ നാം തയ്യാറാകണം. അതെ, നമ്മൾ പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതെ, അന്ന് ദൈവം നമ്മളെ അങ്ങനെ ആ വിഷയത്തിന്മേൽ അനേകരുടെ ഹൃദയങ്ങൾ ദൈവം തുറക്കുവാൻ സ്വർഗമിടയാക്കി തീർന്നു. അതെ, ഹല്ലേലൂയ. ഇനി എനിക്ക് നിങ്ങളെ ഒരു വിഷയം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെ സുവിശേഷ വേലയ്ക്ക് നാം കൈത്താങ്ങ് കൊടുക്കുമോ, എവിടെയൊക്കെ നാം സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ വേല അത് ഒരു സക്സസ് ആകും. ആ വേല അത് വലിയ ഒരു എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി അതിലൂടെ നടക്കും എന്ന് ഒരു അങ്ങനെ ഒരു സാത്താൻ അങ്ങനെ ഒരു ആലോചന കിട്ടിയാൽ, ഈ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് വന്നാൽ അതിനെതിരായിട്ടൊരു പ്രതിയോഗി എഴുന്നേൽക്കും. ഹല്ലേലൂയ. അതെ, ആ പ്രവൃത്തിയിലൂടെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ആത്മാക്കൾ വിടുവിക്കപ്പെടും,
ഇതൊരു വിശാലമായ വേലയായി മാറും, അനേകരെ സാത്താന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടും എന്ന് ദുഷ്ടൻ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിനെതിരായിട്ട് ഒരു ആക്ഷന്റെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിലും നാം മനസ്സിലാക്കിക്കോണം അല്ലെങ്കിൽ എന്തൊക്കെയോ നടക്കാൻ പോവുകയാണ്. എനിക്ക് ഹല്ലേലൂയ പ്രിയപ്പെട്ടവര്, കോന്നി എന്ന സ്ഥലത്ത്, റാന്നി കോന്നിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കോന്നിയില് കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു വനം ഏരിയയാണ്. അല്ലെങ്കിൽ അവിടെ എനിക്കൊരു തോട്ടമുണ്ടായിരുന്നു. അതിനകത്ത് റബ്ബറ്, കുരുമുളക്, കാപ്പി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. വലിയ ഒരു തോട്ടമാണ് ഈ ആ സ്ഥലത്ത്. അപ്പൊ ഞാൻ ആ കാലയളവിൽ ഇങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്കിങ്ങനെ ആ തോട്ടത്തില് അവിടെ എങ്ങും ആരാധനാലയമില്ല, വിശ്വാസികളില്ല, ബന്ധുക്കോസ് ആരാധനാലയമില്ല. അപ്പൊ ഞാൻ ആ രക്ഷിക്കപ്പെട്ട കാലം എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത തോന്നി, ഈ തോട്ടത്തിൽ ഒരു 10 സെന്റ് അളന്ന് ഒരാലയം പണിത് അസംബ്ലീസ് കൂടെ എഴുതി കൊടുക്കുക. അവിടെ ഒരു പാസ്റ്റർ അസംബ്ലീസ് കൂടെ പാടുക. ഈ പാസ്റ്റർക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കും, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. സഭ ആധാരം വേണ്ടി അസംബ്ലീസിന് കൊടുക്കുക. ഇങ്ങനെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. ഹല്ലേലൂയ. നല്ല ഇച്ചിരി ഡോളറൊക്കെ ഞാൻ എൻ്റെ അമ്മായിപ്പനാണ് എൻ്റെ ഈ തോട്ടം നോക്കുന്നത്. പക്ഷെ അമ്മായിപ്പൻ യാത്രക്കാരനാണ്. പക്ഷെ ഒരു ആലയം പണിയുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഫോണിലൂടെ സംസാരിച്ചപ്പം ഒരു ബിൽഡിംഗ് അവിടെ പണിയുന്നൊന്നും പുള്ളിക്ക് പണിത് തരുന്നില്ലെന്നും പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പുള്ളി യാത്രപ്പള്ളിയിലേ പോയി പ്രാർത്ഥിക്കത്തുള്ളൂ, അതിനകത്ത് പ്രാർത്ഥിക്കൊന്നും വരത്തില്ല. പക്ഷെ ഞാൻ വേണേ പറഞ്ഞാൽ അവിടെ പൈസ അയച്ചെന്നാൽ മതി, പുള്ളി അവിടെ ഒരു ഹാളൊക്കെ പണിതാകും. അങ്ങനെ ഒരു ഹാളൊക്കെ പണിയത്തക്ക ഇതിൽ ആ കാലത്ത് അനുസരിച്ച് ഒരു 1 ലക്ഷം രൂപയുടെ ചെലവേ വരുള്ളൂ ആ കാലത്ത്. ഇപ്പോഴതുകൊണ്ടൊന്നും തീരത്തില്ല. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപയുടെ ഡോളർ ഇവിടുന്ന് അയച്ച് തൃശ്ശൂർക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹം ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് കോന്നി ബസ്സിലിറങ്ങി. കോന്നി കോട്ടപ്പാറ പോകണമെങ്കിൽ അന്നൊക്കെ ജീപ്പിലെ പറ്റത്തുള്ളൂ. ജീപ്പാണ്, വളരെ കുട്ടിഞ്ഞുള്ള യാത്രയാണ്, ടാർ റോഡൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ജീപ്പിലെ കോട്ടപ്പാറയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് ഫാം ഹൗസ് ഒക്കെ ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ ഫാം ഹൗസിലേക്ക് അദ്ദേഹം ഈ 1 ലക്ഷം രൂപ ഒരു മനോരമയ്ക്കകത്ത് പൊതിഞ്ഞ് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കഷത്തി വെച്ച് കൈപ്പിടിച്ചിരിക്കുക. മുഴുവൻ ക്യാഷ്, കാരണം അവിടെ കൂലിപ്പണിക്കാർക്ക് കൊടുക്കണം, സാധനങ്ങൾ കൊടുക്കണം, അങ്ങനെ ക്യാഷ് കൈവച്ച് കൊടുക്കണം. അവർ എപ്പോഴും ബാങ്കിലൊന്നും അവിടെ ബാങ്കൊന്നുമില്ല. അപ്പൊ മുഴുവൻ ക്യാഷും ഞാൻ അതിന് മുഴുവൻ കൈ വെച്ചിരിക്കുക. പുള്ളി അവിടെ ചെന്നിട്ട് കല്ലിറക്കണം, മണ്ണിറക്കണം, തടി കൊടുക്കണം, ആ ഇതൊക്കെല്ലാം കുറച്ച് പൈസ ഇങ്ങനെ എടുത്ത് കൊടുത്തൊക്കെ തരും. പക്ഷെ ഇതിങ്ങനെ ഒരു പൊതി വെച്ചിരിക്കുക, കെട്ടി വെച്ചിരിക്കുക, ആർക്കും അറിയത്തില്ല ഒരു ക്യാഷാണ്. അങ്ങനെ ഈ പുള്ളി ഹല്ലേലൂയ എന്റെ തോട്ടത്തിലേക്ക് പോകുവാണ്. കോന്നിയിൽ നിന്ന് കോട്ടപ്പാറയിലേക്ക് തോട്ടത്തിൽ ജീപ്പേ പോകുമ്പോൾ ഈ ജീപ്പ് ഒന്ന് കുടുങ്ങി, ഒരു കട്ടറിൽ നിന്ന് കുടുങ്ങി ഒന്ന് കുലുങ്ങിയപ്പോൾ ഈ കയ്യിലിരുന്ന പൊതി തെറിച്ചു പോയി. ഹല്ലേലൂയ. ആലയം പണിയാൻ കൊടുത്ത വൈദ്യ. ഈ ആലയം പണിയാതിരിക്കാനുള്ള ആദ്യത്തെ പ്രതികൂലം, ആലയം പണിയാൻ കൊണ്ടുപോയ പൈസ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. ഹല്ലേലൂയ. ഈ പൊതിക്കെട്ട് ജീപ്പിന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. വണ്ടിയോടെ ജീപ്പ് നിർത്തി അതിനകത്ത് 5-6 ആൾക്കാരൊക്കെ ഉണ്ട്. ചെറിയ സന്ധ്യാസമയം വരുന്നു. അവർ ടോർച്ചെല്ലാം അടിച്ചു. പരിസരത്ത് നോക്കുമ്പോൾ ചെറിയ പുല്ലും ചെറിയ കാട് പ്രദേശത്തെ റോഡിന്റെ സൈഡിൽ നമുക്കറിയാലോ നാട്ടിലെ രീതിയൊക്കെ. അവരെല്ലാം നോക്കിയാൽ പരിസരത്തെല്ലാം ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ എല്ലാം ടോർച്ചടിച്ച് നോക്കിയിട്ട് ഈ പൊതി കണ്ടില്ല. അപ്പോൾ രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു ആലയം പണിയുന്നത്. അദ്ദേഹത്തിന് വലിയ പ്രയാസക്കാരൻ. മരുമകൻ കൊടുത്ത വൈദ്യ. മരുമകൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പൈസയാണ്. ഹല്ലേലൂയ. ഒന്ന് മരുമകൻ എന്താ പൈസയാണ്. രണ്ടാമത് 1 ലക്ഷം രൂപ ആ സമയത്ത് വലിയ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു 7-8 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട് അന്നത്തെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. പുള്ളി ഇങ്ങനെ വീട്ടിൽ പോയി രാത്രിക്ക് പുള്ളിക്ക് ഉറക്കം വരുന്നില്ല, പൈസ പോയി. പിന്നെ പകൽ പുള്ളി കിടന്നു, തിരിച്ചു വന്ന് തപ്പി നോക്കി അവിടെ എല്ലാം ഇത് കാണും, പൊതി കിട്ടുന്നില്ല. അങ്ങനെ ആഴ്ച എല്ലാം മറ്റു പൈസ പോയി. എന്നെ വിളിച്ചു പറയാൻ പുള്ളിക്ക് മടി. ഞാൻ പൈസ പോയി പറയുന്നത് എങ്ങനെയാ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, നോക്കുക, ഒരു മനുഷ്യൻ ഈ പൊതിയുമായിട്ട് എന്റെ അമ്മായത്തിന്റെ അടുത്തേക്ക് വരിക. ഒരു മുസ്ലിം സഹോദരൻ, ഒരു മുസ്ലിമാണ്. ദൈവ പൊതി എനിക്ക് ആ കാട്ടി പുല്ലിനിടയ്ക്കണത് കിട്ടിയെന്ന് പറഞ്ഞൊരു മുസ്ലിം കൊണ്ടുവന്ന് ഈ അച്ചാൻഡിയെ കൊണ്ട് കൊടുക്കുകയാണ്. 1 ലക്ഷം രൂപയുടെ ആ പൊതി. ആ ദുഷ്ട പിശാച് പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിന് അയച്ച പൈസ
ആ ആലയം പണിയാതിരിക്കത്തക്ക രീതിയിൽ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷേ നോക്കുക, സത്യമുള്ള പൈസയായിരുന്നു. കാരണം കൈ കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസയായിരുന്നു. ഇത് സ്വാർത്ഥകാഴ്ച പിരിച്ചതോ സാഹിത്യത്തിന്റെ വെളുപ്പിൽ പിരിവെടുത്തതൊന്നും അല്ലായിരുന്നു. അധ്വാനിച്ച പണമായിരുന്നു, വിശർപ്പിന്റെ പണമായിരുന്നു. അത് ദൈവം കണ്ടു. അത് നഷ്ടമാകാൻ പോയി. ദുഷ്ടനെ അതുകൊണ്ട് തട്ടിമാറ്റാൻ അനുവദിച്ചില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദുഷ്ടന്റെ പരിപാടികളൊക്കെ നടന്നു. എന്റെ അമ്മായിപ്പനെ അത് ഉപേക്ഷിച്ച് ഇനി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴാണ് ഈ മുസ്ലിം ആയിരിക്കുന്ന മനുഷ്യൻ ഈ 1 ലക്ഷം രൂപയുടെ പൊതി, അല്ലെ സത്യത്തിൽ അദ്ദേഹത്തിനും ഇതിനകത്ത് 1 ലക്ഷം രൂപയുടെ അറിയത്തില്ല. ഈ പുള്ളി പൊതിയിൽ വെച്ചിക്കൊണ്ട് അപ്പനെ കൊടുത്തിട്ട് അപ്പനെ തുറന്ന് നോക്കിയപ്പം ഒറ്റ പൈസ കുറഞ്ഞിട്ടില്ല, മുഴുവൻ പൈസ ഇരിപ്പുണ്ട്. നോക്കുക, ആദ്യത്തെ അല്ലെങ്കിൽ ഒരാലയം പണിയുന്നതിനെതിരായിട്ടുള്ള ആദ്യത്തെ ദുഷ്ടന്റെ പ്രവർത്തനം പരാജയപ്പെട്ടു. വീണ്ടും അല്ലറിയ അവിടെ കല്ലിറക്കാൻ തുടങ്ങി, മണ്ണിറക്കാൻ തുടങ്ങി. എന്റെ അമ്മായിപ്പനെ ചെയ്യുന്നതെല്ലാം അല്ലേലിയ. ഉടനെ അവിടെയുള്ള ഹിന്ദുക്കളൊക്കെ കൂടിയിട്ട് ഈ ആലയം പണിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിന് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ ക്ഷേത്രം എന്ന് പറഞ്ഞു. അല്ലേലിയ. ഇത്രയും നാള് ഇവർക്ക് അവിടെ ക്ഷേത്രം വേണ്ടായിരുന്നു. ഒരു പെന്തിക്കോസ്ത് ആലയം പണിയാൻ പോകുന്നു എന്നൊരു ന്യൂസ് കേട്ടപ്പോൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെല്ലാം കൂടെ നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ ക്ഷേത്രം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ നോക്കിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ദൂര സ്ഥലത്തുള്ള ഒരു മർത്തോമ പള്ളിയുണ്ട്. അപ്പൊ അവരുടെ ചില വിശ്വാസികൾ ഈ ഏരിയയിലുണ്ട്. അവർ നടന്ന് കുറെ ദൂരെ പള്ളി പോകുന്നത്. ഈ വിശ്വാസികളൊക്കെ പെന്തിക്കോസ്തുകാർ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞൊക്കെ പേടിച്ചിട്ട് ഈ അച്ഛൻ അവിടെ ഒരു ഉപദേശി, മർത്തോമയിലെ ഒരു ഉപദേശിയെ പോലെ, അച്ഛനല്ല, ഒരു ഉപദേശിയും ഭാര്യയും ഭാര്യയും ഭർത്താവിനും കൂടെ ആ ദേശത്തോട്ട് അയച്ചിട്ട് ഒരു ഹാൾ അങ്ങോട്ട് പണിതു, മർത്തോമ പള്ളി ഇതിന്റെ വലതുവശത്ത്. അല്ലേ എന്റെ ദൈവമേ, അന്ന് എനിക്ക് മനസ്സിലായി, ദൈവമേ ഇത്രയും പേടിയാണോ പെന്തിക്കോസ്തുകാരോട്? പെന്തിക്കോസിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഒരു ആലയം പണിയുന്നത് ദേശത്ത് പേടി വ്യാപരിച്ചു. ആദ്യം പണം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. രണ്ടാമത് ഹിന്ദുക്കളോട് തന്നെ നേരെ ഒരു ക്ഷേത്രം പണിതു. പല വശത്ത് കൊണ്ട് മാറി മർത്തോമക്കാര് ഹല്ലേലൂയ അവിടെ ഒരു ഹാള് വെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഹാള് വെപ്പിച്ചിട്ട് ഇവരുടെ ഉപദേശി വന്നിട്ട് വീടുകളെല്ലാം കയറി ഇറങ്ങിയിട്ട് അവരുടെ ഉപദേശം എന്താണെന്നറിയാവോ? അല്ല, സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകുമെന്നോ വചനത്തിലുണ്ടോ? ഇത് അവരുടെ ഉപദേശം. നമ്മൾ എന്താണോ ദേശത്ത് ഉപദേശിക്കാൻ പോകുന്നത് അതിനു മുമ്പേ ഒരു ദുരുപദേശം അവിടെ തുടങ്ങി. ഒരു ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ ബൈബിളൊക്കെ പിടിച്ച് വീടുകളിലൊക്കെ കയറിയിട്ട് സ്നാനപ്പെടണം കേട്ടാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അവരുടെ സുവിശേഷം എന്റെ ബൈബിളുണ്ടോ? എന്നെവിടെയാ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്ന സുവിശേഷ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു സുവിശേഷം അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതങ്ങനെ കുറച്ച് നാൾ നടന്നപ്പോൾ വേറൊരു ടീം വന്നിരിക്കുന്നു. ധ്യാനം നടത്തുന്ന ധ്യാന ഗുരുക്കന്മാർ. കാത്തലിക് പള്ളികളിലെ ധ്യാനം നടത്തുന്ന ധ്യാന ഗുരുക്കന്മാരിലെ ഒരു മനുഷ്യന് ധ്യാനക്കാരിറക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം ഹിന്ദുക്കളുടെ അത് പണിയപ്പെട്ടു. മർത്തോമക്കാരുടെ ഉപദേശം അവിടെ ഈ ഉപദേശം കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇപ്പൊ ധ്യാനഗുരു വന്നു. ഈ ധ്യാനഗുരു വന്നിട്ട് അദ്ദേഹത്തിന്റെ ഉപദേശം ആ വീടുകളെല്ലാം കയറിറങ്ങുക. സ്വർണ്ണ ഇട്ടാൽ സ്വർണ്ണ ഊരണമെന്ന് ബൈബിളിലുണ്ടോ? സ്വർണ്ണ ഇട്ടാൽ നരകത്തിൽ പോകുമോ? അതാ പുള്ളിയുടെ ഉപദേശം. ഹല്ലേലൂയ. ഈ പെന്തിക്കോസ്തുകാരിലെ സ്വർണ്ണ ഊരുന്നു. ഈ സ്വർണ്ണ ഊരിയാൽ ബൈബിളിലോ സ്വർണ്ണ ഊരിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഇതാണ് പുള്ളിയുടെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആലയത്തിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരുടെ പണി തീർന്നിട്ടില്ല. ഇതൊക്കെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എത്ര ടീമായി? ആദ്യം പണം നഷ്ടമാക്കാൻ നോക്കി, അത് ദൈവം അനുവദിച്ചില്ല. വീണ്ടും ദുരുപദേശക്കാരൊക്കെ ഇറങ്ങാൻ തുടങ്ങി. മർത്തോമക്കാരുടെ ആളവിടെ പണിയപ്പെട്ടു. ഹല്ലേലൂയ. അവരുടെ ഉപദേശം ഇവിടെ വന്നു. അടുത്തത് കരസ്മാറ്റിക്കിന്റെ ധ്യാനഗുരു വന്നിട്ട് വേറൊരു ദുരുപദേശം ചെയ്യാൻ തുടങ്ങി. വീടുകളൊക്കെ കയറി ഇറങ്ങി ദുരുപദേശത്തിന്റെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി.
തമ്പുരാനെ ഞാനന്ന് പുതിയ വിശ്വാസിയാ, എനിക്കത് നാളൊന്ന് വായില്ല വിശ്വാസം വന്നിട്ട് പോലും. അന്ന് എനിക്ക് തോന്നി, ദൈവമേ ഈ ബന്ധുക്കോസുകാരെ ഇത്ര പേടിയാണ്. ഹല്ലേലൂയ, ഇങ്ങനെ ജനം ഭയപ്പെടുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഞാൻ താമസിക്കുന്ന നേരെ എന്റെ തോട്ടത്തിന് നേരെ മുമ്പിൽ ഒരു ഓർത്തഡോക്സ് കുടുംബമുണ്ട്. അവിടുത്തെ അമ്മാമ്മയുടെ ആങ്ങ ഒരു പള്ളിയിലച്ഛൻ. ഈ പുള്ളി ഇടയ്ക്കൊക്കെ പെങ്ങളുടെ അടുത്ത് വരും. അപ്പൊ ഒരു പ്രഭാതത്തിൽ ഈ പുള്ളി അച്ഛൻ ഈ പെങ്ങളുടെ വീട്ടിൽ വന്നു. എന്റെ തോട്ടത്തിന് നേരെ ഓപ്പോസിറ്റിൽ വീടാ. ഉടനെ അറിവ് കിട്ടി, പെന്തിക്കോസുകാർ പള്ളി പണിയുന്നു ഇവിടെ ചർച്ച കൂടുന്നു. ഉടനെ അച്ഛൻ വീടുകളിൽ വരെ ഇറങ്ങിയിട്ട് അച്ഛന്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഏതെങ്കിലും പെന്തിക്കോസുകാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അവിടെ ചൂലെടുത്തടിക്കണം. ഇതാണ് അച്ഛന്റെ സുവിശേഷം. പെന്തിക്കോസുകാരുടെ ചൂലെടുത്തടിക്കണം. ഹല്ലേലൂയ. ഇതിപ്പോ എത്രയായി? 4 എത്രാമത്തെയോ? എത്രയാലും ആട്ടെ. ഹല്ലേലൂയ. എന്റെ തമ്പുരാനെ, ഇങ്ങനെ അങ്ങോട്ട് ദേശം മുഴുവൻ ഉപദേശവും ദുരുപദേശവും. ഹല്ലേലൂയ. ചൂലെടുത്തടിക്കണം എന്ന് വേണ്ട. എനിക്കങ്ങ് ഞാനിങ്ങനെ ഇവിടുന്ന് എല്ലാം വിവരം അറിയും. അതിപ്പോ ഞാൻ ഒരിടത്തുനിന്ന് പോയിക്കളെ അങ്ങനെ ഇരുന്നിട്ട് അവധിയൊക്കെ എടുത്ത് ഞാൻ പതിയെ ഒരു വെക്കേഷൻ എടുത്ത് ചെന്നു. എന്താ ഇതിങ്ങനെയൊക്കെ എന്ന് പറയുന്നത് എനിക്ക്. ഞാനും അവിടെ ചെന്നിരിക്കുമ്പോ ഞാൻ ഈ പോകുമ്പോ പ്രിയപ്പെട്ടവർ എന്റെ കൂടെ 2-3 പാസ്റ്ററൊക്കെ എന്റെ വണ്ടിയിൽ കേട്ടു. കാരണം എനിക്ക് എല്ലാവരും വീട്ടിലെല്ലാം സുവിശേഷം പറയുമ്പോഴത്തേക്ക് ഈ ബൈബിളിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് വാക്കുകൾ എടുത്ത് കാണിക്കാൻ എനിക്കന്ന് വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ പാസ്റ്റർമാരെ കൂടെ കൊണ്ടുപോകും, ഇങ്ങനെ വചനം പറയാനും പ്രസംഗിപ്പിക്കാനും ഒക്കെ ഇവരെയൊക്കെ കൂടെ കൊണ്ടു നടക്കും. അപ്പൊ എന്റെ 3 പാസ്റ്റർമാരുണ്ട്. ഒരു ചർച്ചക്കോട് പാസ്റ്ററുണ്ട്, വേറൊരു കുളന്തരം പാസ്റ്ററുണ്ട്. ഇവരൊക്കെ കൂടിക്കൊണ്ട് ഞാൻ എന്റെ കാറെ കയറ്റി എന്നത് അല്ലേലിയ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ ഹല്ലേലൂയ ഓട്ടത്തിന് പ്രശ്നത്തെ കൊണ്ടുപോവാണ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പണിയൊക്കെ ഏകദേശമൊക്കെ ആകാൻ തുടങ്ങിയിരിക്കുന്നു, തീരാറായിരിക്കുന്നു. ഈ ദുരേശന്മാർ ഇവരെല്ലാം എന്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഈ ദേശി വന്നു. ഹല്ലേലൂയ. ഈ ധ്യാനഗുരു വന്നു. സ്വർണം മാറിയാല് ഈ അവിടെ മുഴുവൻ അവര് പറഞ്ഞ് വരത്തിൽപ്പെടുന്ന സുവിശേഷം എന്നോട്. സ്വർണ്ണം ഊരിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ജ്ഞാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഇതെല്ലാം എന്നോടും ഞങ്ങളുടെ ദേവദാസന്മാരും അവരൊക്കെ തമ്മിൽ വാദപ്രതിവാദം തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിലെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നോക്കുക, അടുത്തത് ഞങ്ങളൊക്കെ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആള് എന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് അവരൊന്നുമില്ല. എന്റെ ഫാം ഹൗസിനകത്ത് എല്ലാവരും ഞാൻ അവരുടെ എടുത്ത ആരാന്നൊന്നും പറയുന്നില്ല. അതൊന്നും സൂചിപ്പിക്കരുതെന്ന് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് വെളിപ്പാട് കാണുക. അച്ചായ, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതിന്റെ ഈ ഫാം ഹൗസിന്റെ അടിയിൽ ഒരാളെ തല്ലിക്കൊന്ന് കുടിച്ചു മൂടിയിട്ടുണ്ടോ? തമ്പുരാനെ, രാത്രി പാതിരായ്ക്ക് എനിക്ക് കിട്ടുന്ന ദൂത. അവിടെയാണ് ലൈറ്റ് ഇല്ല, വെറും മെഴുകുതിരിയും മണ്ണെണ്ണകളൊക്കെ കത്തി. കാരണം ഈ ഫാം ഹൗസ് അറിയാലോ, അവിടെ ഒന്നും ലൈറ്റ് ഒന്നും ഇല്ല. പാതിരായാണ്. കേട്ടിട്ട് പേടിച്ചു പോയി. തല്ലിക്കൊന്നിട്ട് ഇന്നത്തെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ചായ, എത്രയും വേഗം വിറ്റോ. തീർന്നില്ലേ? എത്രയും വേഗം നീ പറയുന്ന ആള് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ആ പുള്ളിയുടെ പേരും അല്ലെങ്കിൽ അതിന്റെ ആ പൊസിഷനും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊന്നും പറയുന്നത് ദൈവാത്മ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പറയാനായിട്ട് ദൈവാത്മാവ് എന്നെ ഹേമിക്കുന്ന. പക്ഷെ ഞാൻ വിടുക പോട്ടെ. ഹല്ലേലൂയ. എന്നോട് ദൂത് പറഞ്ഞു, വിറ്റേറ്റ് ഇത് എത്രയും വിറ്റോണം. തീർന്നില്ലേ? തോട്ടവും തീർന്നു, സഭയും തീർന്നു, വേലയും തീർന്നു. ഞാൻ ഓടിക്കോട്ടെ, വെട്ടിയെടുത്തോണ്ട്. സത്യം പറഞ്ഞ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ഞാൻ ഉറങ്ങി, കഷ്ടിച്ചുറങ്ങി. ഞാൻ തീരുമാനം എടുത്തു, രാവിലെ പെട്ടിയെടുക്കുക, സ്ഥലം വിടുക, സ്ഥലം വിൽക്കുക. നമുക്ക് ആളെ തല്ലിക്കൊന്നിടത്ത് ജീവിക്കണ്ട. അല്ലെങ്കിൽ വെട്ടോ ഇല്ല, വെളിച്ചമില്ല. രാത്രിയിൽ പേടിച്ചിട്ട് കിടക്കാൻ പറ്റുമോ? ഞാനാണ് പുതിയ വിശ്വാസി. ഹല്ലേലൂയ. ഞാൻ രാവിലെ തീരുമാനങ്ങളൊക്കെ വെട്ടിയൊക്കെ എടുത്ത് കെട്ടി നമുക്ക് വിട്ടേക്കാം. മറ്റേ അമ്മായിക്കൊണ്ട് പറഞ്ഞു, അപ്പൊ അച്ഛാ ബ്രോക്കർമാരെ ഏൽപ്പിച്ച് ഈ സ്ഥലം വിറ്റേക്കാം, നമുക്ക് വേണ്ട. അപ്പൊ ഈ പേരൊന്നും ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല ഇതൊക്കെ. കാരണം പുള്ളി വിശ്വാസിയൊന്നും അല്ല. ഹല്ലേലൂയ. അപ്പൊ ഓമനക്കുട്ടം രക്ഷിക്കപ്പെട്ട ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അദ്ദേഹം രാവിലെ എന്റെ അടുത്ത് വന്നിട്ട്, അച്ഛനോട് ദൈവാത്മാവ് എൻ്റെ ഒരു വാക്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു വായിക്കും. രാത്രിയിലെ ഭയത്തെയും
പകർപ്പെടുത്തുന്ന അസ്ത്രത്തെയും വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് കഴിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതിൽ 10,000 പേര് വീഴും, എങ്കിൽ അതിനോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ഈ വചനം കൊണ്ട് കേട്ടപ്പോഴത്തേക്ക് എന്നിലേക്ക് ഭയങ്കര ശക്തി, ഒരു ധൈര്യം. അയ്യോ എന്റെ ദൈവമേ, ഇതങ്ങോട്ട് കേട്ടപ്പോ ഹിന്ദുവെന്ന ദൈവത്തിനടുത്ത് രാത്രിയിലെ ഭയത്തെയും പകൽപ്പുറത്തുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചന്റെ നശിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാൻ ഈ വചനമോട് എന്റെ ഉള്ളം കാത്തി എന്നിലേക്ക് ഒരു ഭയങ്കര ധൈര്യത്തിന്റെ ആത്മാവർന്ന്. ഞാൻ എടുത്തു വെച്ച പെട്ടി പുറകോട്ട് തിരിച്ചു വെച്ചു, എല്ലാം മേടിച്ചിരുന്ന എല്ലാ സാധനങ്ങളും തിരിച്ചെടുത്ത് ഞാൻ എല്ലാം ഹല്ലേലൂയ തിരിച്ചു വെച്ചു. ഹല്ലേലൂയ, പോക്ക് ക്യാൻസൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഇങ്ങനെ ആ പറമ്പിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഹല്ലേലൂയ, ഈ ആലയം പണിയുന്നതിന്റെ മുകളിൽ 3 പ്രാവ് വന്നിരിക്കുന്നു, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആലയം പണിതു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ആലയം പണിത ആചാരി സഹിതം കുടുംബം സഹിതം സ്നാനപ്പെട്ടാനായിട്ട് വന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കാമല്ലോ? ഈ ആലയം പണിത ആചാരി സഹിത കുടുംബം സഹിതം സ്നാനപ്പെട്ട് ഈ ആലയത്തിനകത്ത് വന്നു. അതിനേക്കാളും ഒരു അത്ഭുതം കേൾക്കണോ? ഈ ആലയം പണിതുകൊണ്ടിരുന്നപ്പോൾ എന്റെ അമ്മായിപ്പൻ ഹല്ലേലൂയ, പുള്ളി പാരമ്പര്യ പള്ളിക്കാരന്റെ ഹല്ലേലൂയ, വലിയ പള്ളി ഭക്തന. പുള്ളിയുടെ പള്ളിയിലേക്ക് പോകും. ഇവിടെ ആലയം പണിതിരിക്കുക, അവിടെ പുള്ളിയൊക്കെ ചെയ്യുമെങ്കിലും ഭയങ്കര പള്ളി ഭക്തന. പുള്ളി അവിടെ പോകത്തുള്ളൂ. ഈ പുള്ളി സ്ഥാനപ്പെട്ടു. ആലയം പണിത് ആശാരി സ്ഥാനപ്പെട്ടു. ആലയം പണിയിപ്പിച്ച എന്റെ അമ്മായിപ്പൻ സ്ഥാനപ്പെട്ടു. ഇന്നും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഹല്ലേലൂയ, അത് ഞാൻ ആധാരം എഴുതി അസംബ്ലീസ് ഓഫ് ഗോഡിൽ എഴുതി കൊടുത്തു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ദേവദാസൻ ഇന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പ് സാറ് വന്ന ആധാരം, ഹല്ലേലൂയ, അതിന്റെ ആധാരം ഫിലിപ്പ് സാറ് ഹല്ലേലൂയ അന്ന് സൂപ്രണ്ടായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ആലയം പണിയാനായിട്ട് അതെന്റെ ആദ്യത്തെ ആലയമായിരുന്നു ഞാൻ പണിത്. അതിനുശേഷം അനേക ആലയങ്ങൾ ഞാൻ കേരളത്തിൽ പണിതു. അല്ലെങ്കിൽ ഇന്നെനിക്ക് ബംഗ്ലാദേശിൽ വരെ ദൈവം എനിക്ക് സഭകളെ തന്നു. കേരളത്തിനും ഇന്ത്യക്ക് പുറത്തു വരെ ദൈവം എനിക്ക് സഭകളെ തന്നു. പക്ഷെ അന്ന് ഞാൻ പെട്ടിയെടുത്ത് പരാജയപ്പെട്ട് ആ സ്ഥലം പിന്മാറിപ്പോയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് രണ്ടാമതൊരു വേല ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഹല്ലേലൂയ. അതെ, ആരൊക്കെ പ്രവർത്തിച്ചു, ആ ദേശത്തുണ്ടായിരുന്ന എല്ലാവരും ഇതിനെതിരായിട്ട് വന്നു. നിങ്ങൾക്ക് കേൾക്കണോ? അച്ഛൻ പറഞ്ഞു നടന്നു, ബെന്തിക്കോസുകാരെ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ അവരെ ചൂലെടുത്തടിക്കണമെന്ന്. എന്ത് സംഭവിച്ചെന്നറിയാവോ? അച്ഛനെ ചൂലെടുത്തടിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായി. അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയതായിരിക്കും, എനിക്കറിയത്തില്ല. എന്തോ ഇഷ്യൂ അവിടെ ഉണ്ടായി. അച്ഛനെ അടിച്ചത് ഞാൻ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടാ കളിക്കുന്നത്? തീയോടാ കളിക്കുന്നത് പ്രിയപ്പെട്ടവരെ, തീയോടാ കളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേലയെ തകർക്കാൻ നാട്ടുകാരും ഒന്നരധികം എന്റെ കൂടെ നിന്നവര് വരെ ദൂതനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഇത് വിറ്റുവച്ചായ. ഹല്ലേലൂയ. എന്തായിരുന്നു ഈ എന്റെ അമ്മായിപ്പൻ സ്നാനപ്പെടും, പണിയാചാരി സ്നാനപ്പെടും. ഇവിടെ ഹല്ലേലൂയ അനേകർ സ്നാനപ്പെട്ട് ദേശത്ത് ആരാധന ഉയരും, ദേശത്ത് വിടുതൽ നടക്കും, ദേശത്ത് ദൈവപ്രവൃത്തി നടക്കും. മനസ്സിലായി. ഇതിനെതിരെ അത് തന്നെയല്ല. ഈ ഒരാലയം എന്നെ കൊണ്ട് ഞാൻ പണിതാൽ ഞാൻ ഇനി 100 കണക്കിന് ആലയം പണിയും, 1000 ഹല്ലേലൂയ ഞാൻ പണിയും. ഇവനെ അങ്ങനെ വിടാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി ഹല്ലേലൂയ ദേശാധിപതികള് അവരെ കഴിയുന്നതെല്ലാം ശ്രമിച്ചു നോക്കി. എന്നാൽ എന്റെ ദൈവം എന്നെ കൈവിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവരെ
എന്റെ കർത്താവ് എന്നെ കൈവിട്ടില്ല, കർത്താവ് എന്റെ കൂടെ നിന്നു, എന്നെ കുറെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കണ്ട് ഒത്തിരി പഠിക്കാനും ഒത്തിരി മനസ്സിലാക്കുവാനും ദൈവം എനിക്ക് ഇടയാക്കി. അതേ, ഹല്ലേലൂയ. ഇന്നും ആലയങ്ങൾ അനേകിടത്ത് പണിയാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ടാമതൊരു ആലയം തൊടുപുഴയിൽ പണിതു. തൊടുപുഴയില് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ അതിന്റെ ഒരു മലമേഖലയിൽ ഞാൻ പണിതു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ആലയം പണിത് നല്ല ധാരാളം ആത്മാക്കളൊക്കെ അവിടെ വന്നു. അവിടെ ദുഷ്ടന് കടി തുടങ്ങി. എന്ത് പറ്റിയെന്നറിയാവോ? ആ മലയുടെ മുകളില് ഹല്ലേലൂയ ഉരുള് പൊട്ടിയിട്ട് 1-2 ഏക്കർ സ്ഥലം, അതെന്റെ രണ്ടാമത്തെ സഭയായിരുന്നു കേട്ടോ. ഒരു 2 ഏക്കർ സ്ഥലം ഉരുള് പൊട്ടിയിട്ട് മോളിന്ന് ഇങ്ങോട്ട് ഒലിച്ചടിച്ചിങ്ങോട്ട് വന്നു. അയ്യോ, അവിടെ ഉണ്ടായിരുന്ന തെങ്ങും കാതകും മാവും പ്ലാവും എല്ലാം കടപുഴന്ന് മറിച്ച് തകർത്ത് 1-2 ഏക്കർ സ്ഥലം ഉരുള് പൊട്ടി വരിക. ഇങ്ങോട്ട് വന്നു, എന്റെ സഭയുടെ മുന്നിലോട്ട് വന്ന് ഇപ്പം മുട്ടും നിൽക്കടാ. അവിടെ നിന്നു ആലയത്തിന്റെ മുമ്പിൽ വന്ന് അവിടെ സാടംബരത്തോടെ നിന്നു. ഹല്ലേലൂയ. നാട്ടുകാർ മുഴുവൻ ഓടി വന്നു. അയ്യോ, ഇതെന്തൊരു സംഭവം! ഇതെല്ലാം കൂടെ അടിച്ചൊളിച്ച് വന്നിട്ട് ഈ പെന്തക്കോസ്തുകാരുടെ ആലയത്തിന്റെ മുമ്പിൽ വന്ന് കൂടിക്കട അവിടെ നിന്നു. തൊട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, കാര്യമുണ്ട്. വിശർപ്പിന്റെ പൈസയായിരുന്നത്, വിശർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് പണിത ആലയമായിരുന്നത്. ഹല്ലേലൂയ. അധ്വാനിച്ചുണ്ടാക്കിയ പൈസയായിരുന്നു, ഡൊണേഷൻ ആയിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന് അതറിയായിരുന്നു. അന്ന് രാവിലെ ദൈവം എനിക്കൊരു ആലോചന തന്നു. നിനക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ആരാണ്ട് കൂടെ 10 ലക്ഷം രൂപ തരുമോ? അയ്യോ, ഇത് എവിടുന്ന? എനിക്ക് ദൈവാത്മാവ് എന്നോട് എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നു. എവിടുന്ന് എനിക്ക് 10 ലക്ഷം രൂപ ആരാ കൊണ്ട് തരുമെന്ന് ഞാൻ വിചാരിച്ചു. അന്നേരം ഫോൺ വരുന്നത്, അച്ചായ ചർച്ചിൽ ഹല്ലേലൂയ ഉരുള് പൊട്ടി 1-2 ഏക്കർ സ്ഥലം പോകുന്നു. എന്നാൽ ചർച്ചിന്റെ അവിടെ വന്ന് നിന്നു. ചർച്ചയെ തൊട്ടില്ല. ആ ചർച്ചയെ തൊട്ടിരുന്നെങ്കിൽ ഒരു 10 ലക്ഷം രൂപ പോയേനെ. അതുപോലെ ചർച്ചിൽ ഈ പണം എടുക്കുന്നത് 10 ലക്ഷം രൂപ കൊടുത്ത് പണയാൻ തീരത്തില്ല. ഹല്ലേലൂയ. അതുപോലെ ഒരു ചർച്ചിൽ ഈ പണിയാണെങ്കിൽ 10 ലക്ഷം രൂപ പണയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു 10 ലക്ഷം രൂപ ഞാൻ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്റെ ദൈവം അത് നശിക്കാൻ, ആ ഉരുൾപൊട്ടൽ കൊണ്ടുപോകാൻ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ അവൻ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ഹല്ലേലൂയ. എപ്പോഴും സാഹചര്യപ്പോൾ ഹല്ലേലൂയ അനുകൂലങ്ങൾ നമുക്ക് തോന്നാനും പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ ഉള്ളവൻ ഹല്ലേലൂയ അവൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അവൻ നാം വീട് പോകാൻ അനുവദിക്കത്തില്ല. നാം പിന്മാറി അതിന്റെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ദൂഷൻ നിറഞ്ഞിരിക്കും, പക്ഷെ നടക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ കർത്താവ് വലിയവൻ. അവൻ ഹല്ലേലൂയ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ഇനി ഒരു സംഭവം ഞാൻ നിങ്ങളോട് എനിക്ക് പക്ഷേ ഭൂമിയിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. സത്യത്തിൽ ഒരു വിഡ്ഢിത്തരമാണ് ഇത്. കേൾക്കുമ്പോൾ പൊട്ടത്തരമാണ്. എനിക്ക് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തില് ഒരു സമുദായക്കാരൻ പയ്യൻ അമേരിക്ക വന്നു. ഒരു കമ്പനി അവന് വിസ കൊടുത്ത് കൊണ്ടുവന്നതാ. അവനോട് വന്നപ്പോ അവന് കമ്പനിയില്ല, ജോലിയില്ല. അമേരിക്ക വന്നു, വിസാവിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവൻ ഏത് കമ്പനി അവർ ജോലി എടുത്ത കമ്പനിയില്ല, ഒന്നുമില്ല. പക്ഷെ ഇവൻ അമേരിക്ക ചിക്കാഗോയിൽ വന്നു ഈ ജോബ് വിസയിൽ. ഇവൻ തിരിച്ച് നാട്ടിൽ വിളിച്ച് ഇങ്ങനെ അറിയാൻ എന്റെ ഒരു പെങ്ങളുടെ മകനോട് ഇതിന് പ്രശ്നമുണ്ട്. അപ്പൊ അവന്റെ അമ്മാച്ചൊക്കെ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇവൻ നാട്ടിൽ വിളിച്ച് എന്റെ പെങ്ങളുടെ മകനെ വിളിച്ചോടാ, ഈ നിന്റെ അമ്മാച്ചനൊക്കെ ഉണ്ടോ? എനിക്ക് ഇവിടെ 1 ലക്ഷം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഒന്ന് എവിടെയെങ്കിലും ഉണ്ടെന്ന് ഒരു അപ്പാർട്ട്മെന്റ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് താമസിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം ഒന്ന് വിളിച്ചു ചോദിക്കാമെന്ന് ചോദിച്ചു. എന്റെ പെങ്ങളുടെ മോനെ എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അവരെ ജോബ് വിസ. പക്ഷെ ജോബും ഇല്ല, ജോലിയില്ല, കമ്പനിയില്ല, ഒന്നുമില്ല. വല്ല അപ്പാർട്ട്മെന്റിൽ കൊണ്ടൊന്നും ആരെങ്കിലും കൂടെ താമസിപ്പിക്കുകയോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആറോട്ട് എന്റെ പെങ്ങളുടെ മോൻ പറഞ്ഞല്ലേ, അവന് സമുദായക്കാർ നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ പറയും ബന്ധുക്കൂസാർ ഇങ്ങനെയാ സഹായത്തിൽ എന്ന് പറയും എന്ന് പറഞ്ഞ് ഞാനെന്താ അവരെ പോയി തപ്പി പിടിച്ച് അവരെ വണ്ടിയെ കയറ്റി എവിടെ കൊണ്ടുപോകും? ഏത് അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും?
ഇവന് ഇൻഷുറൻസ് ഇല്ല, ഇവന് വണ്ടിയില്ല, ജോലിയില്ല, പൈസയില്ല, താമസിപ്പിച്ചാൽ കൊടുത്ത റെന്റ് കൊടുക്കാനില്ല, ബില്ല് കൊടുക്കാനില്ല, ഇവന് അസുഖം വന്നാൽ ഇൻഷുറൻസ് ഇല്ല. ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? ആര് കൊണ്ടുപോകും? എവിടെ താമസിപ്പിക്കും ആ കാലത്തൊക്കെ? ഹല്ലേലൂയ. ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ ഉള്ളിൽ തോന്നി, ഒരു സമുദായക്കാരൻ പയ്യനല്ലേ, വീട്ടിൽ താമസിപ്പിച്ചാൽ ഒരാത്മാവ് ദൈവമേ കയ്യിൽ കിട്ടിയതല്ലേ, എങ്ങനെ എന്നാലും റിസ്കാ. വീട്ടിനകത്ത് താമസിച്ച് ദൈവമേ, ഞാൻ കുടുംബമായിട്ട് താമസിക്കുന്നവനാ, ഇവൻ സമുദായക്കാരനാ, ഇവൻ എങ്ങനത്തവനായി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഞാൻ ഇവനെ കൊണ്ടുവന്ന് ദൈവമേ എന്ന് വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. എന്റെ കൂട്ടുകാര്, നമ്മുടെ പള്ളിക്കാര് എല്ലാരും പറഞ്ഞു, അയ്യോ പൊട്ടത്തരം കാണിക്കല്ലേ. ഞാൻ പിന്നെ ഓർത്ത് എന്റെ വൈഫിനോട് നമുക്ക് എന്നാ ചെയ്യാൻ, നമുക്ക് ഒരു ആത്മാവിനെ കിട്ടിയതല്ലേ, ഇവൻ സൺഡേ നമുക്ക് കൊണ്ടുപോകാമല്ലോ, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മളെ ഇവന്റെ ഒന്ന് കൂടെ ഇരുത്താമല്ലോ. ഇതെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച് ഇവനെ കൊണ്ട് പ്രിയപ്പെട്ടവരെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഓഫീസിൽ കൊണ്ടുപോയി സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടാക്കി കൊടുത്തു. ഇവനെ കൊണ്ട് എന്റെ വണ്ടി ഓടിപ്പിച്ച് ഞാനിവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് എന്റെ കാറെ കൊണ്ടുപോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുത്തു. ഇവനെന്റെ സ്വന്തമല്ല, എന്റെ ബന്ധമല്ല, ഇവനെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇവനെ ഞാൻ എല്ലാം ചെയ്തു. പക്ഷെ അവിടെ നടക്കുന്ന കൺവെൻഷനിലെല്ലാം ഞാൻ ഇവനെ കൊണ്ടുപോകും, ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുത്തും, ഒരു ബൈബിൾ സ്റ്റഡിയത്തിന് വേണ്ടി നടത്തും. ഞാനെല്ലാം സകല വിശ്വാസത്തെപ്പറ്റി അന്ധവിശ്വാസത്തെപ്പറ്റി ഓർത്തഡോക്സുകാരനായിരുന്ന ഇവരോടെല്ലാം പറയും. പുണ്യാളൻ ആരാണ്, കന്യമറിയാവ് ആരാണ്, കുരിശും തൊട്ടി എന്താണ്, ശബരിമലയിൽ പോകുന്നത് ശരിയാണോ, വേളാങ്കണ്ണി ശരിയാണോ, ഇതൊക്കെ അന്ധവിശ്വാസമല്ല, ഇതുവരും ബൈബിളിനോട് എല്ലാം പറഞ്ഞ് ഇതിനെ എല്ലാ കൺവെൻഷനും ഞങ്ങൾ നമ്മുടെ ചർച്ചിലെ ആരെല്ലാം കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എനിക്കെതിരായിരുന്നു. സത്യം അവർ പറഞ്ഞു, ഞാൻ അവർക്ക് ദോഷം പറയുമല്ല, ആരും ചെയ്യത്തില്ല, ഞാൻ പൊട്ടനാണ് ഞാൻ, ശരിയാ. ഹല്ലേലൂയ. ദൈവപ്രിയപ്പെട്ടവരെ, ഇവൻ ഹല്ലേലൂയ, ഞാൻ ഒരു പെട്രോൾ പമ്പിൽ ഗ്യാസ് സ്റ്റേഷനിൽ ജോലിയും മേടിച്ചു കൊടുത്തു, എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ. അങ്ങനെ ഹല്ലേലൂയ ഇവൻ സെറ്റപ്പായി. പ്രിയപ്പെട്ടവരെ, കൂടെ താമസിച്ചത് വെറുതെ ആയില്ല, അവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവൻ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. അവൻ കൊണ്ടുവന്ന സകല അന്ധവിശ്വാസവും അവൻ വിട്ടുമാറി ദൈവത്തെ സേവിക്കത്തവണ്ണം അവൻ പ്രത്യേകം പറയും, അയ്യോ ഇന്നത്തെ കൺവെൻഷൻ ചെയ്തിട്ട് എന്തൊരു സുഖമായിരുന്നു, എന്തോ ഒരു സമാധാനമായിരുന്നു, ഞങ്ങൾക്കൊന്നും ഇന്നുവരെ കേട്ടിട്ടില്ല. അതേ പ്രിയപ്പെട്ടത്, ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമല്ലോ, ഇത് നമ്മുടെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരാത്മാവല്ലേ എന്നോർത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ ഹല്ലേലൂയ റിസ്ക് എടുത്തു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയേലും ഇവനൊന്ന് രക്ഷിക്കപ്പെടണം ഓർത്താണ് ഞാൻ ഇവനെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ഞാൻ ഈ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇവനെങ്ങനെയേലും ദൈവമായി തീരണം, ഇവന്റെ അന്ധവിശ്വാസം വിടണം. എനിക്കെതിരായി നിൽക്കുന്നെങ്കിലും ഞാൻ ഈ റിസ്ക് എടുക്കുകയാണ് കർത്താവേ, ഇത് ലോകത്തിൽ ആരും ചെയ്യുന്നതല്ല, എങ്കിലും ഞാനിത് ചെയ്യാൻ തയ്യാറാകുകയാണ്, എന്റെ കുടുംബം തയ്യാറാകുകയാണ്. എന്റെ ദൈവമേ, നീ നോക്കിക്കൊള്ളണമേ, ഇതൊരു ഭാരമാകരുത്, ഇതൊരു പ്രയാസമാകരുത്. ഇവന് ഒരു അസുഖം വന്നാൽ ഇതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇൻഷുറൻസ് ഇല്ല, ഒത്തിരി ബാധ്യതകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം ഹല്ലേലൂയ അവനൊന്നും ഉണ്ടാകാതെ വണ്ണം ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നു. അവൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഞാൻ കാണിച്ചത് ഒരു വിഡ്ഢിത്തരമായിരുന്നു, ഒരു പൊട്ടത്തരമായിരുന്നു. പലരും എന്നെ ഉപദേശിച്ചു, അത് സത്യമാണ്. ഞാൻ ആരും ഉപദേശിച്ചെങ്കിൽ അവരെ കുറ്റം പറയുന്നില്ല. അത് അവർ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. എങ്കിലും പൊട്ടനായി ഞാൻ കാണിച്ച പൊട്ടത്തരത്തെ ദൈവം കൈവിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ഞങ്ങളുടെ കൂടെ താമസിച്ചു. അവർ ഏകദേശം 7-8 മാസം എന്നോട് താമസിച്ചു. 1-2 ദിവസമല്ല, 7-8-9 മാസം എന്നോട് താമസിച്ച് ഞാൻ ജോലിയെല്ലാം മേടിച്ചു കൊടുത്ത് രക്ഷിക്കപ്പെട്ടതായി. ഞാൻ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇച്ചിരി പൈസയൊക്കെ അപ്പാർട്ട്മെന്റിനൊക്കെ ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. ഇപ്പോൾ ചിക്കാഗോയിലില്ല, വേറെ സ്റ്റേറ്റിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഞാൻ അത് റിസ്ക് എടുത്തെങ്കിലും വെറുതെ ആയില്ല. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു ഹല്ലേലൂയ പൊട്ടത്തരം കാണിച്ചെങ്കിലും എന്റെ ദൈവം അത് വെറിയാകാൻ ഇടയാക്കിയില്ല. അദ്ദേഹം അവരൊക്കെ പ്രിയ കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു, രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവരെന്റെ കൂടെ അനേകം മീറ്റിങ്ങുകൾക്ക് കടന്നു വന്നു. അനേകം മീറ്റിങ്ങുകൾ ഒത്തിരി മീറ്റിങ്ങുകളെല്ലാം അവർക്ക് കേൾക്കുവാനും അതൊക്കെ അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ എന്റെ ദൈവം ഇടയാക്കി. അതേ നാം ദൈവം ഏത് പൊട്ടത്തരം
മാനിക്കും. ദൈവം കാണും. നിങ്ങൾ മറന്ന് പറന്നു പോകരുത്. ഇനി എനിക്ക് ഒത്തിരി ഉണ്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം ഒത്തിരി ആയാൽ പിന്നെ നിങ്ങൾ മറന്നു പോകും. നിങ്ങൾക്ക് ഹല്ലേലൂയ അധികമായ അമൃതം വിഷമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അടുത്ത ബുധനാഴ്ച ഇനി വലിയ കാര്യങ്ങൾ എന്റെ അടുത്ത് ദൈവം തന്നിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇതിനെ പറയാനും നാം ദൈവനാമത്തില് അതെ ഹല്ലേലൂയ. ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമുക്കൊരു ഹല്ലേലൂയ പോസ്റ്റ് പിടിച്ചോണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നാം ചെയ്യുക. നമുക്കൊരു ട്രാക്ടർ കൊടുക്കാൻ പറ്റുമെങ്കിൽ നാം ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഒരു കടലാസത്താണെങ്കിലും അതിലിരിക്കുന്ന ദൈവവചനമായതുകൊണ്ട്, അത് ദൈവനാമത്തിലായതുകൊണ്ട്, അത് വായിക്കുന്ന ലൂദിയയുടെ ഹൃദയം തുറന്ന കർത്താവ് ആ ട്രാക്ട് വായിക്കുന്നതിന്റെ ഹൃദയം തുറക്കും. അല്ലെങ്കിൽ പോസ്റ്റ് പിടിച്ചോണ്ട് നിൽക്കുന്നതിന്റെ ഹൃദയം തുറക്കും. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഒരു പ്രാവശ്യം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരനെ കണ്ടു. അല്ലെങ്കിൽ ആ കൂട്ടുകാരനെ ഞാനിങ്ങനെ കണ്ട വലിയ സന്തോഷമായി. ഞാൻ അമേരിക്കയിലേക്ക് വന്നിട്ട് ആ മനുഷ്യനെ കണ്ടിട്ടേ ഇല്ല. എന്നാൽ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം എന്റെ വണ്ടി കയറി ചോടാൻ നിന്റെ കൂടെ അവര് ഹിന്ദുക്കളാണ്. അപ്പൊ പുള്ളി ഞാൻ നല്ലൊരു അവസരം കിട്ടി. ഞാനിങ്ങനെ ഇവരോട് നിന്ന് സുവിശേഷം പറയണമല്ലോ ഇങ്ങനെ ആലോചിച്ചാൽ അല്പം സാക്ഷ്യങ്ങളും അനുഭവങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഞാൻ ആ വണ്ടിക്കാരോട് പറഞ്ഞു, ഡ്രൈവർ നീ ഒരു എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തുമെന്ന് ഇവനോടൊന്ന് കർത്താവിനെ ഭാഗം രക്ഷിതമായി സ്വീകരിക്കുന്ന പ്രാർത്ഥനയൊക്കെ ഒന്ന് ചൊല്ലിക്കൊടുക്കാനായിട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കി എവിടെയെങ്കിലും അധികം ട്രാഫിക് ഇല്ലാത്തടത്ത് നിർത്താൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പുള്ളി കൊണ്ട് വണ്ടി നിർത്തുന്നത് എവിടെയാണെന്നറിയാമോ? എന്റെ ദൈവമേ, ഒരു ബോർഡ് അവിടെ കുത്തിരിക്കുക. ആ ബോർഡ് എഴുതിക്കുന്നത് എന്താ അറിയാമോ? രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ എന്റെ തമ്പുരാനെ, ഞാൻ അതിശയിച്ചു പോയി. ഇത് എവിടെ നീ ബോർഡ് വന്നിവിടെ? എന്റെ കർത്താവേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എന്റെ ഇവനെ ഒരു വാക്യം വായിപ്പിക്കാൻ എന്റെ ഒന്നുമില്ല. ഞാനപ്പം ഞാൻ ആ വാക്യം കിട്ടും എന്റെ ഈ ഹിന്ദു ഇരിക്കുന്ന എന്റെ കൂട്ടുകാരുടെ അത് ഞാനൊന്ന് വായിക്കാൻ പറഞ്ഞു. അവന് വേണ്ടി ഒരു ബോർഡ് കൊണ്ട് കുത്തിവെച്ചിരിക്കുന്നു. ഉടനെ ഞാൻ അവനെ കൊണ്ട് വായിപ്പിച്ച ആ വാക്യം, ബൈബിളിലെ വാക്യം നിനക്ക് വേണ്ടി ദൈവം അതാ ഒരു പോസ്റ്റ് അവിടെ കുത്തിവെച്ചിരിക്കുന്നു. ഇത് ലോകത്തിൽ ആരും എനിക്ക് തോന്നുന്ന ദൂതം കൊണ്ട് കുത്തിവെച്ചതാണ്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ കൊണ്ട് വെക്കാൻ എങ്ങനെയാ? നമുക്ക് ഈ സ്പീഡ് ലിമിറ്റ് ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു ബോർഡ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ടവരിൽ നാമമില്ല. ഞാൻ ആ കൂട്ടുകാരോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവമിത ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്യം നിനക്ക് വേണ്ടിയുള്ളതാണ്. ഈ ബോർഡ് നിനക്ക് വേണ്ടിയുള്ളതാണ്. നീ ഇന്ന് തന്നെ രക്ഷിക്കപ്പെടണം. ആ കാറിലിരുന്നവൻ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എന്റെ അനുഭവം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിലെ സുവിശേഷകൻ ഉണരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സുവിശേഷകൻ അല്ലെങ്കിൽ കുതിച്ചുണരട്ടെ. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി സാധിക്കും. നിങ്ങൾ ചെയ്തു കൊള്ളുക. ദൈവമാണ് ഹൃദയം തുറക്കുന്നത്. അപ്പുറത്ത് ചെയ്യാവുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചെയ്യുന്ന ദൈവമാണ്. ലൂദിയയുടെ ഹൃദയം ഹല്ലേലൂയ ദൈവം തുറന്നു. ഹല്ലേലൂയ. അതാണ് നാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി? അത് നാം ചെയ്തു കൊള്ളുക പ്രിയപ്പെട്ടവരെ. അതെ, ഈ ഹല്ലേലൂയ ഇതിന്റെയൊക്കെ ഈ ലോക്ക്ഡൌണിന്റെ അവസരങ്ങൾ മാറി വരും. ഈ അവസ്ഥയൊക്കെ മാറും. ഹല്ലേലൂയ. അതെ, നാം യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കിക്കൊണ്ട് ഹല്ലേലൂയ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളുക. അതേ, നാം ഹല്ലേലൂയ നമ്മുടെ പരിസരങ്ങളെ ആദ്യമേ ചാടിക്കേറി ഇന്ന് കഴിഞ്ഞ ആൾ ഞാൻ പറഞ്ഞ പോലെ ആഫ്രിക്കയ്ക്ക് പോകരുത്, ചാടിക്കേറി ബീഹാറിലേക്ക് പോകരുത്. ആദ്യ യഹൂദയിൽ ഹല്ലേലൂയ നമ്മൾ ചെയ്യണം. നമ്മുടെ പരിസരങ്ങളിലെ നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ പട്ടണങ്ങളെ, നമ്മുടെ വില്ലേജ് ഇവരൊക്കെ ഞങ്ങളെ പറഞ്ഞില്ലേ, ഞാൻ ഇതൊക്കെ ചെയ്ത ശേഷമാണ് രാജ്യാന്തര യാത്ര തുടങ്ങിയത്. നിങ്ങൾ വിചാരിക്കുക ഞാൻ അങ്ങോട്ട് രക്ഷിക്കപ്പെട്ടപ്പോഴേ ആഫ്രിക്കയ്ക്ക് പോയെന്ന്. ഹല്ലേലൂയ. ഞാൻ ആദ്യം എന്റെ ഫാം ഹൗസിൽ ചർച്ച കൊടുത്തു, ചുടുത ചർച്ച കൊടുത്തു. ഇങ്ങനെ പരിസരത്തെല്ലാം വേലകൾ തുടങ്ങി. എങ്ങനെയല്ല അനേക നാട്ടിലെ ചിക്കാഗോയിൽ തന്നെ ഇവിടെ ഞാൻ ഹല്ലേലൂയ ട്രാക്ടർ ചിക്കാഗോ മുഴുവൻ ഞാൻ ട്രാക്ടർ കൊടുത്ത വ്യക്തിയാ. അതിനുശേഷമാണ് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ലോകത്തിന്റെ അറ്റത്തോളം പോകാൻ തുടങ്ങിയത്. അതെ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നവർക്ക് വിശ്വസ്തരാൻ നാം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മളെ കൊണ്ട് ദൈവം കാര്യങ്ങൾ ചെയ്യിക്കും. അതെ, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല. എന്നെ യൂട്യൂബിലൂടെ ആരെങ്കിലും കേൾക്കുന്ന ഹല്ലേലൂയ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ നാം വിശ്വസിക്കുന്ന ഹല്ലേലൂയ ആ ദൈവം ഹല്ലേലൂയ ഏത് ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു? അതെ, ഒരു ഫോട്ടോയിലോ ഒരു വിഗ്രഹത്തിലോ അല്ല ദൈവം വസിക്കുന്നത്.
അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് യേശുവിന്റെ നാമം മാത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും അവന്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ നീ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത്. അതെ, ഇതൊരു കുത്തശിക്കഥയല്ല, ഇതൊരു വലിയൊരു തിരുവാക്കഥയല്ല, ഇതൊരു നഗ്ന സത്യമാണ്. അതേ, നോബിയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, പലരും തമാശ പറഞ്ഞ് ഈ വയസ്സിന് വട്ടാണെന്നൊക്കെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ ഈ പട്ടകം എന്തിന് പണിയുന്നൊക്കെ പറഞ്ഞു കാണും. അതേ, നോബ പറഞ്ഞു, അതേ മഴ വരുന്നേ, ഈ ലോകം മുഴുവൻ വെള്ളത്തിൽ കൊണ്ട് മൂടിപ്പോവും, മഴ വരുന്നേ. അന്ന് വരെ മഴ കണ്ടിട്ടില്ല ജനങ്ങൾ. ഈ വയസ്സ് വട്ടു പറയുകയാണ്, എവിടുന്ന് മഴ പെയ്യും? അന്ന് വരെ ഭൂമി അല്ലെങ്കിൽ താഴെ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നു ബൈബിൾ പറയുന്നു. അന്ന് വരെ ലോകത്ത് മഴ പെയ്തിട്ടില്ല. വരാത്തൊരു സംഭവത്തെ പറ്റിയാണ് നോഹ പറയുന്നത്. മഴ വരുന്നേ. ആരും വിശ്വസിച്ചില്ല. അന്നുകൊണ്ട് IPSകാര്, IASകാര്, ബുദ്ധിമാന്മാരെ, അതിബുദ്ധിമാന്മാരെ, ഈറ്റിരിക്കാരൊക്കെ അന്നും കാണും. പക്ഷെ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ദൈവത്തിന് അതൊന്നും വിഷയമല്ലായിരുന്നു. ലോകവും കുടുംബവും മനസ്സ് കിടന്നു. ദൈവം തന്നെ വാതിലടച്ചു. അതെ, ദൈവം വാതിലടയ്ക്കുന്നു പ്രിയപ്പെട്ടവരെ. അല്ലെ പെട്ടകത്തിൽ കയറിക്കൊള്ളുക. ദൈവവും വാതിലടയ്ക്കുന്ന പ്രിയ ഹല്ലേലൂയ. എന്റെ യൂട്യൂബിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലെ യേശു എന്ന പെട്ടകത്തിൽ കയറിക്കൊള്ളുക. ഹല്ലേലൂയ. അവനാവുന്ന രക്ഷകൻ. ഹല്ലേലൂയ. അവനാവുന്ന സർവശക്തൻ. ഹല്ലേലൂയ. അവനാവുന്ന രാജാവേ. നമ്മളെ ഈ സാക്ഷ്യത്താലും വചനങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ദൈവാശ്രയം നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ ധാരാളം അറിയിക്കട്ടെ. അതെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ പരസ്പരം സംസാരിച്ചതും ഞങ്ങൾ ഹല്ലേലൂയ കേട്ടേണ്ട അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കേൾക്കുന്ന ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാ ജനത്തിനെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ സ്നേഹിതവരെ ഓരോരുത്തരെ മറച്ചു കൊള്ളണമേ. അവരുടെ ഓരോ ആവശ്യത്തോടുകൂടി കർത്താവിന്റെ കരം പ്രവർത്തിച്ചു കൊള്ളണമേ. ഭയത്തെയും പുറത്തുന്ന അസ്ത്രത്തെയും ഈ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ 1000 പേരും നിന്റെ വലതുവശത്ത് 1000 പേരും നിന്റെ വചനങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. നിന്റെ വാഗ്ദത്തങ്ങൾ അവർക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവേ, ഈ പ്രയർ മീറ്റിംഗിന് അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസരെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഇടയായി തീരണമേന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അല്ലെങ്കിൽ സാക്ഷ്യത്തിനായി ഉപയോഗിക്കണമേ. അല്ലെങ്കിൽ സൂചന ഉപയോഗിക്കണമേ. അല്ലെങ്കിൽ വാസ്തുമാരാക്കി തീർക്കണമേ. അല്ലെങ്കിൽ സുവിശേഷകരാക്കി തീർക്കണമേ. അല്ലെങ്കിൽ നിന്റെ ആത്മാവിന്റെ ശക്തി അവരിൽ നീ അധികമായി പകരണമേ. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. നിന്റെ കരത്തിൽ ഓരോരുത്തരെ വഹിച്ചോടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് എടുത്ത ബുധനാഴ്ച അടിയിൽ കൂടി വരുമ്പോഴേക്കും എല്ലാവരും ക്രമത്തിൽ മറിച്ചാട്ടെ. ഇരുനാമം മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ഉണ്ടല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം, നല്ല സാക്ഷ്യത്തിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ദാസനിൽ കൂടെ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഹല്ലേലൂയ. ഒരുവൻ കർത്താവിന് വേണ്ടി മനസ്സ് വെച്ച് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അവരിൽ കൂടെ ചെയ്യുന്ന ദൈവിക പ്രവൃത്തി എത്ര അത്ഭുതമാണെന്ന് കേൾക്കുവാൻ കർത്താവേ, നീ അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിനെ പോലെ എവിടെ പോയാലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഹല്ലേലൂയ സുവിശേഷം എന്നുള്ള മാത്രമായിരുന്നു തന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ തന്റെ ശരീരം, തന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ഒരു വ്യക്തിയെങ്കിലും രക്ഷയിലേക്ക് നടത്തുവാൻ ഏതെങ്കിലും അവസരം ലഭിച്ചാൽ സുവിശേഷം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയെ പോലെ ഇന്ന് രാത്രി കാലം കർത്താവേ, വലിയ കാഴ്ചപ്പാടിനായി നന്ദിയോടെ സ്തോത്രം. ദാഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നൽകിക്കൊടുത്തതിനാൽ സ്തോത്രം. വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ ഹല്ലേലൂയ ഒരു പരിചയമില്ലാത്ത ഇടങ്ങളില്, ആ ഭാഷ അറിയാത്ത ഇടങ്ങളില് കർത്താവേ, നിന്റെ ദാസന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ മാനിച്ച് ഹല്ലേലൂയ വിവിധ ഇടങ്ങളിൽ കടന്നുപോയി അനേകരെ ദൈവങ്ങളിലേക്ക് നടത്തുവാൻ കർത്താവ് കൊടുത്ത ദൈവകൃപയ്ക്ക്
കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ അനേകരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി, മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി, സഹോദരി സഹോദരന്മാരുടെ രക്ഷയ്ക്ക് കാരണമായി തന്നെ ഹല്ലേലൂയ കർത്താവേ ദാസനെ നീ തെരഞ്ഞെടുത്ത് മുന്നമേ കണ്ടതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അനേക ജീവിതങ്ങൾ രക്ഷയിലേക്ക് കാണുവാൻ, രക്ഷപ്പെടുവാൻ, അനേകരുടെ കരങ്ങളിൽ ദൈവവചനം എത്തിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ കർത്താവേ ചെയ്ത എല്ലാ ദൈവിക പ്രവർത്തനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ. അല്ലെങ്കിൽ കുടുംബമായി കർത്താവരെ അനുഗ്രഹിക്കണമേ. മറ്റാരും ചെയ്യാത്ത അനേക കാര്യങ്ങൾ ഹല്ലേലൂയ സഹിപ്പാന്, ക്ഷമിപ്പാന്, മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിപ്പാൻ, അനേകരെ ദൈവത്തിലേക്ക് നടത്തുവാൻ തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവിക ആലോചന നൽകിക്കൊടുത്ത് ഹല്ലേലൂയ ചിലരെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ, രക്ഷയിലേക്ക് നടത്തുവാൻ കർത്താവ് ദൈവകൃപയ്ക്കായി നന്ദിയോട് പിന്നെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്, കുടുംബമായി അനുഗ്രഹിച്ചാട്ട്, നിങ്ങളെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ കുടുംബമായി കർത്താവിന്റെ സേവയിൽ വർദ്ധിച്ചു വരുവാൻ, അവരായിരിക്കുന്ന സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ചുറ്റുപാടുള്ള ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഹല്ലേലൂയ കർത്താവേ നീ അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി എളിയവരും പ്രാർത്ഥിക്കുന്നു. എല്ലാം നിറയ്ക്കണമേ, വചനത്തിന്റെ പരിജ്ഞാനത്താൽ നിറയ്ക്കണമേ. ആവശ്യമാർന്ന ദൈവിക കാഴ്ചപ്പാട്, ദർശനം, ദൈവിക ആലോചന നൽകിക്കൊടുത്ത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം പിന്നെ കർത്താവേ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി എളിയവരെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹ വിഷയമാക്കണമേ. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാതിന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ധൈര്യപ്പെടുത്തിയതിനോട് സ്തോത്രം ചെയ്തു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക ആത്മീയ ദാഹം നൽകി ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ലഭിച്ചിരിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഏത് സാഹചര്യമായിരുന്നാലും ഹല്ലേലൂയ ആത്മാക്കളൊരു വലിയ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രവൃത്തിയിലൂടെയായിരുന്നാലും ഞങ്ങൾ പിതാക്കൾ മഹത്വപ്പെടുവാനിടയായി തീരേണ്ടതിന് കൃപ തരേണ്ടതിനായി ഞങ്ങൾ ആവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ നേരോടെ നടക്കുവാൻ, വിശ്വസ്തയോടെ അങ്ങേ പിൻപറ്റുവാൻ, സേവിപ്പാൻ, അങ്ങയുടെ ഹിതം മനസ്സിലാക്കി മനസ്സുപുതുക്കി രൂപാന്തരപ്പെട്ടവരായി ഓരോ ദിവസവും അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് തുടർന്നും പ്രാർത്ഥിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലതും അവിടുത്തെ മഹത്വത്തിനായി ചെയ്യണമേ. പ്രാർത്ഥന കർത്താവിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.